ഇതിൻ്റെ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും 45,000 നമുക്കൊരു 8,200 ഉണ്ടെങ്കിൽ EMI കൊണ്ടുപോകാം. ഇതിപ്പോൾ ഒരു 41,000 അടുത്ത് വരുന്ന ഒരു 3 ഡോർ വാർഡ്രോബാ ഫോറസ്റ്റ് അക്കേഷ്യയിൽ വരുന്നത്. നമുക്കിപ്പോൾ ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് വെറും 26,000 വരുന്നുള്ളൂ. അടിപൊളി EMI ഓഫറാണ്. എല്ലാ സാധനത്തിനും ₹1 പോലും മുടക്കാണ്ട് ഇരിക്കുമ്പോഴാണ് അതിനകത്ത് ഐ സപ്പോർട്ട് നമുക്ക് മനസ്സിലായി. നമ്മൾ ഐഫയുടെ ഒരു ആപ്തവാക്യാണ് അപ്ഡേറ്റഡ് ലൈഫ് സ്റ്റൈൽ. നമ്മൾ എപ്പോഴും അപ്ഡേഷൻ ചെയ്തോണ്ടിരിക്കും. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വമ്പിച്ചൻ ക്ലിയർ സെയിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വേറെയും ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂർ അഹങ്കാരമായ ചൂരിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നമ്മുടെ എല്ലാവരും സ്വന്തം ചൂര്. ഇവിടെ ഫർണിച്ചറിന്റെ ഒരു ലോകമാണ്. അവിടേക്കാണ് നമ്മൾ ഈ ഒരു ക്ലിയറൻസ് സെയിലേക്ക് വന്നിരിക്കണം. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ക്ലിയറൻസ് സെയിൽ മാത്രമല്ല കേട്ടോ. അപ്പൊ തൃശ്ശൂർ ചൂര് അറിയാത്ത, തൃശ്ശൂർ തന്നെയല്ല കേരളത്തിലെ ചൂര് അറിയാത്തൊരു ആരുമില്ല. അവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഐഫ ഫർണിച്ചറിൽ. മൊത്തം 4 ഫ്ലോറാണ്. അവിടെ എന്തൊക്കെയാണ് വെറൈറ്റീസ് നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഗ്രേഡ് കളക്ഷൻസ് ആണ്, അപ്ഗ്രേഡ് മോഡൽസ് ആണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റുക. ഐഫ ഫർണിച്ചർ എല്ലാ ജില്ലയിലും നോക്കിയാൽ നമുക്ക് കാണാം. പക്ഷെ ഇവിടുത്തെ എന്താ വെറൈറ്റി നമുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഹായ്, ഇവിടെ എന്തൊക്കെയോ ഓഫർ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയിട്ടില്ല. ഞാൻ ഈ മൈക്കൊന്ന് കുത്തുന്നുണ്ട്. എന്താ പേര്? ഫാറൂഖ്, മുഹമ്മദ് ഫാറൂഖ്. യെസ്. അപ്പൊ എന്താണ് ഇവിടുത്തെ പ്രത്യേകത? പിന്നെ ഈ ഒരു ഏരിയ മാത്രമാണോ അല്ലെങ്കിൽ മുകളിലേക്ക് ഉണ്ടോ? നമുക്ക് മൊത്തം 4 ഫ്ലോർസ് ആണ് ഈ ഷോറൂം വരുന്നത്. നമുക്ക് ഇവിടെ ഇമ്പോർട്ടഡ് ഐറ്റംസും അതേമാതിരി കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ട് ഫർണിച്ചേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു ഷോറൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മീൻസ് ലേറ്റസ്റ്റ് ആയിട്ട് കുറെ മോഡൽസ് നമ്മുടെ ഈ ഡിസ്പ്ലേയിലുണ്ട്. ഒരു ഫ്ലോർ നിറച്ച് സോഫാസും പിന്നെ ഒരു ഫ്ലോർ നിറച്ച് ഡൈനിങ് ടേബിൾസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫർണിച്ചർ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. ലൈക്ക് ഫർണിച്ചർ ടേബിൾ, സോഫ, ഡൈനിങ് ടേബിൾ, അങ്ങനെ ഈവൻ ചെയർസ്, റിക്ലൈനേഴ്സ്, അങ്ങനെ ഫർണിച്ചർ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഡെക്കറേറ്റ് ഐറ്റംസ് ഉണ്ടെന്ന് തോന്നുന്നില്ല ഇവിടെ. അതേത് ഫ്ലോറാ? സെക്കൻഡ് ഫ്ലോർ. ഇതൊക്കെ നമുക്ക് കാണാം. പക്ഷെ കാണിക്കാളും മുന്നേ ഇവിടെ എന്തൊക്കെയോ ഓഫർ ഉണ്ട്, എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയാം. അതൊക്കെ സസ്പെൻസ് അല്ല, ഇപ്പൊ പൊട്ടിക്കാൻ പോകണം. എന്താണ് നമുക്ക് ഈ ഒരു മെയ് മന്തിൽ സമ്മർ സെയിൽ നടക്കുന്നുണ്ട്, അതേമാതിരി ക്ലിയറൻസ് സെയിൽ നടക്കുന്നുണ്ട്. ഒരുപാട് ഓഫേഴ്സ് നമുക്ക് ഈ ഒരു മന്തിൽ നടക്കാൻ പോകുന്നത്. ഇത്രയും ക്വാളിറ്റിയുള്ള സംഭവം ക്ലിയറൻസ് സെയിലോ? അതുപോലെ EMI ഓഫേഴ്സ് ആണ് നമ്മൾ ഇപ്രാവശ്യം ഫോക്കസ് ചെയ്തിട്ട് കൂടുതൽ. EMI എന്ന് പറയുമ്പോൾ ആദ്യം പൈസ കുറച്ച് തരേണ്ടി വരും. ഒന്നും തരണ്ട, ഞങ്ങള് ഒന്നും തരണ്ട, ഒരു രൂപ പോലും വേണ്ട. വേണ്ട, അടുത്ത മാസം അടച്ചു തുടങ്ങി പോയാൽ മതി. അതെ, അപ്പൊ സാധനം എടുത്തോണ്ട് പോവാ. 0 EMI ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് ഇടാം. അടിപൊളിയായിട്ട് പരിപാടി സെറ്റ് ആക്കുക. അടുത്ത മാസം തൊട്ട് പേയ്മെന്റ് കൊടുക്കാം. പിന്നെ ക്ലിയറൻസ് സെയിലിന് പറയണ്ട. ഈ ക്ലിയറൻസ് സെയിലിൽ ഈ ഇരിക്കുന്ന എല്ലാതും ഉണ്ടാകും. കുറച്ച് സെലക്ടഡ് ഐറ്റംസ് ഉണ്ട്. ഓക്കെ, അത് എവിടെ നിന്ന് നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ തുടങ്ങി അങ്ങോട്ട് പോയാലോ? ഓക്കെ, എവിടേക്കാ പോവാ? നമുക്ക് ആദ്യം ഫസ്റ്റ് ചെയ്താ കാണിക്കാം. ഇതാണ് നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. ഓക്കെ, ഇതിനൊരു പ്രത്യേകത പറയാന്ന് വെച്ചാല് ഇതിന്റെ ബോഡി ടച്ച് വരുന്ന എല്ലാ ഫാബ്രിക്കും ജെന്യൂൻ ലെതറാ വരുന്നത്. ബോഡി ടച്ചിന് എല്ലാ ഭാഗവും. അല്ല, എത്ര റേറ്റ് ഒക്കെ റേറ്റിന്റെ കാര്യമൊക്കെ ഇപ്പൊ പറഞ്ഞുതരാം. അതായത് ഇതിന്റെ റേറ്റ് ഇത് ജെന്യൂൻ ലെതറാ വരുന്നത്. അതേമാതിരി നമുക്ക് ഇതിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. കാണാം, അവിടെ ഇരുന്നോ. രണ്ടാൾക്ക് സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാം. അതുപോലെ തന്നെ കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് സ്പേസ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ ഇതൊക്കെ മീൻസ് ലെതറാണ് ഇതിന്റെ പ്രത്യേകത. ഒരുപാട് ചൂട് എടുക്കില്ല, ജെന്യൂൻ ലെതർ ആയതുകൊണ്ട്. ഓ, അപ്പൊ എത്ര ചൂടുണ്ടെങ്കിലും ഇതും വരുന്ന കഴിഞ്ഞാൽ നമുക്ക് കൂളിംഗ് എഫക്ട് കിട്ടും. റിലാക്സ് ചെയ്യാൻ നല്ലതാ. പിന്നെ ഇലക്ട്രിക് റിക്ലൈനർ ഇതിൽ വരുന്നത്. ഇതൊന്ന് വർക്ക് ചെയ്ത് കാണിക്കോ? റിലാക്സ് ആയിട്ടിരിക്കാം. എന്റെ വീട്ടിലില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ വക പരിപാടി ഒന്നും അറിയില്ലേ. ഞെക്കിയാൽ മതിയില്ലേ? സൈഡിൽ ബട്ടൺ ജസ്റ്റ് കാണിച്ചു തരാം. ഓ, ഞെങ്ങി. എന്താണ് സംഭവം അല്ലേ? ഇപ്പൊ നമ്മള് തിയേറ്റർ റൂം ഒക്കെ ഉണ്ടാവൂലേ, തിയേറ്റർ റൂമിൽ കിട്ടി കഴിഞ്ഞാൽ അടിപൊളിയാ. ഇത് ഫുൾ ആയിട്ട് പോകൂല്ലേ? ഫുൾ ആയിട്ട് നമുക്ക് ഇത്ര സ്പേസ് കിട്ടും. ഇതൊക്കെ നല്ല കാശ് വരൂലേ? ഇല്ലില്ല, അത് ഞാൻ പറഞ്ഞു പ്രൈസിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ആരും നെട്ടരുത് കേട്ടോ. പ്രൈസ് കേട്ടായിരിക്കും ഞെട്ടരുത്. അത് ഞാൻ ഞെട്ടാൻ റെഡി ആയിട്ട് നിൽക്കണം. ഞെട്ട് നിങ്ങളും കൂടി റെഡി ആയിട്ട് നിന്നാൽ എന്തായാലും ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമുക്ക് തിയേറ്റർ മാത്രമല്ല നമ്മുടെ വീട്ടിലായാലും കൊണ്ടുവിടാം. പ്രത്യേകിച്ച് നമ്മുടെ വയസ്സായവർക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുക. സത്യമായിട്ടും നമ്മുടെ വയസ്സായ അപ്പനും അമ്മയ്ക്ക് നമുക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും? സാരിയോ കാശോ ഇതൊന്നുമല്ല, അവർക്ക് കംഫർട്ടായിട്ട് കൊടുക്കാൻ പറ്റിയ സംഭവമാണ് ഇപ്പൊ ഈ ഒരു റിക്ലൈനർ. ഇനി ഇത് ഇലക്ട്രിക്കിൽ ഓടുന്നു. പോരാതിന് ലെതർ കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അതെ, സ്റ്റോറേജ് വരുന്നുണ്ട്. ഇനി എന്ത് വേണം? നമുക്ക് ആകെ ഫസ്റ്റ് ഓഫ് ഓൾ ആകെ 2 പീസ് നമ്മുടെ ഉള്ളൂ. 2 കളറാണ് ആകെ കൂടി ഉള്ളത്. നോർമലി നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 lakh അബോ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിന് പ്രൈസ് വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഓഫർ, ഈ ഒരു മന്തിന്റെ പ്രത്യേകതയും ഈ ഒരു ഓഫറിൽ, അതായത് ക്ലിയറൻസിന്റെയും അതേമാതിരി ഡിസ്കൗണ്ട് സെയിലും സമ്മർ സെയിലും എല്ലാം കൂടിയിട്ട് ഇതിന്റെ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും 45,000. വെറും 45,000.
വെറും 45,000 അടിപൊളി ലെതറിന്റെ റിക്ലൈനർ നിങ്ങൾക്ക് വീട്ടിൽ സ്വന്തമാക്കാം. അടിപൊളി. ഈ 2 പീസുള്ളൂ. അപ്പൊ ആകെ 2 പീസുള്ളൂ. അപ്പൊ വരുന്ന ആദ്യത്തെ 2 കസ്റ്റമേഴ്സിന് മാത്രമാണ് ഈ ഒരു ഐറ്റം കിട്ടുക. പിന്നെ ആദ്യത്തെ ആൾക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ ആൾക്ക് വെച്ചാൽ ആ ഒരെണ്ണുള്ളത് കൊണ്ടുപോകാം. പക്ഷെ അടിപൊളി കിടിലൻ ഓഫറാണ്. ഞാനൊക്കെ 1.5 ലക്ഷം പ്രതീക്ഷിച്ചു കേട്ടാ. അത്രയ്ക്കൊന്നും ഇല്ലാന്ന്. ഐഫ നമുക്ക് പുറമെ കാണുമ്പോൾ ഐഫ ആണെങ്കിലും വലിയ ലുക്ക് ആണെങ്കിലും പ്രീമിയം ക്വാളിറ്റിയിൽ നമുക്ക് ഇത്രയും റേറ്റ് കുറവില്ല. ഈ ഒരു ഓഫർ പോയി തന്നെയാ, മിസ് ചെയ്യണ്ട. അടിപൊളി ഓഫറാണ്. ഈ വീഡിയോ എപ്പോൾ കാണുന്നു അപ്പോൾ തന്നെ വേഗം വന്നു കിട്ടും. അപ്പം നമ്മൾ നിൽക്കുന്നത് വീണ്ടും പറയാം തൃശ്ശൂര് ഐഫയുടെ ചൂര്. ഇപ്പൊ എല്ലായിടത്തും നോക്കിയാലും കാണും. പക്ഷെ ഈ ഓഫർ ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കിയാലോ. ഇനി നമ്മൾ വിചാരിക്കും ഈ ഓഫറിലായതുകൊണ്ട് ഇനി വർക്ക് ചെയ്യാത്ത വല്ല ഉടായ്പ സാധനങ്ങളാണോ തന്നെ, അതുമല്ലല്ലോ. നമുക്കൊന്ന് നോക്കേണ്ടത് എങ്ങനെയാന്ന്. അടിപൊളി വർക്കിംഗ് കണ്ടീഷനിലാണ്. മെക്കാനിസം. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പൊസിഷനിൽ വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നിർത്താനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഓ അങ്ങനെ. ഫുൾ ആയിട്ട് വേണമെങ്കിൽ ഫുൾ ആയിട്ട്, ഒരു സെമി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു പൊസിഷൻ വന്നിട്ട് ഇങ്ങനെ നടത്താം. ഓക്കെ. അപ്പോൾ വർക്കിംഗ് കണ്ടീഷനാണ്. അപ്പോൾ പെട്ടെന്ന് വന്നോളൂ. 45,000 ഉള്ളി അടിപൊളിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു സിംഗിളിന് തന്നെ ഒരു 55,000 എങ്കിലും, ഒരു 56,000 രൂപയെങ്കിലും ചുരുങ്ങിയത് സിംഗിളിന് വേണ്ടി. അതിന്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ ഡബിളാ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 2 കളറുള്ള മിസ് ചെയ്യാണ്ട് ഈ ഒരു അടിപൊളി ഓഫർ. ഇനിയും ഓഫർ ഞെട്ടാ ഞാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി അടുത്ത ഓഫർ ചെയ്താ. അപ്പോൾ ഇതൊരു ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ട്. ഹായ് സാർ, എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ഐഫയില് അവിടുത്തെ നമ്മുടെ തൃശ്ശൂർ പാലക്കാട് വെച്ചിട്ട് നമ്മൾ കണ്ടുമുട്ടിണ്ടായിരുന്നു. നമ്മൾ കേരളത്തിലോ ഓൾ ഓവർ റൗണ്ടിൽ അല്ലേ ഇങ്ങനെ. നമ്മുടെ ഐഫിനെ കുറിച്ച് എന്താണ് ഇപ്പൊ ക്ലിയറൻസ് ചെയ്യുന്നത്? ഞാൻ പിടിച്ചോളാം. നല്ല അഭിപ്രായമാണ്. നല്ല കിടലിന് ഓഫേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഐഫ ചൊവ്വൂർ ഷോറൂം സന്ദർശിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടിപൊളി EMI ഓഫറാണ്. എല്ലാ സാധനത്തിനും 1 രൂപ പോലും മുടക്കാണ്ട് വന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം കൊണ്ടിട്ട് 1 മാസം കഴിഞ്ഞിട്ട് പൈസ അടയ്ക്കുന്ന കാര്യത്തെ പറ്റി ചിന്തിച്ചാൽ മതി. ആ രീതിയിലുള്ള സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ 0 EMI ആണ്. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഒന്ന് വിളിക്കേണ്ട, നേരിട്ട് വരായിരിക്കും നല്ലത്. അപ്പോൾ കൈയോടെ പ്രോഡക്റ്റ് കാണും ചെയ്യാം, കൈയോടെ കൊണ്ടുപോകുകയും ചെയ്യാം. പൈസ വേണ്ട, കാലി പോക്കറ്റ് ആയിട്ട് വരാം, സാധനങ്ങൾ നിറച്ചുകൊണ്ട് കൊണ്ടുപോകാം അല്ലേ. ഇനി അടുത്ത ഓഫർ ഒന്ന് നോക്കാം. നമുക്ക് നോക്കാം. ഇനി ഏതാ റിക്ലൈനർ എന്ന് പറയുമ്പോൾ നമുക്ക് സിംഗിൾ റിക്ലൈനർ എന്ന് പറഞ്ഞില്ല, അതാണ് സംഭവം. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അല്ലേ, അങ്ങനെയും അവൈലബിൾ ആണ്. ഇതും ഓഫറിലാണ്. നമുക്ക് ഇമ്പോർട്ടറിൽ വരുന്നത് തന്നെയാണ്. ജെന്യൂൻ ലെതർ ഇതും വരുന്നത്. ഇതന്നെ നമ്മളവിടെ നോക്കിയത് ഇലക്ട്രിക് ആയിരുന്നു. ഇത് പറയുമ്പോൾ മാനുവലാ. ഇത് 3,500 റുപ്യ EMI കൊണ്ടുപോകാം. 3,500 റുപ്യ നമുക്ക് EMI കൊണ്ടുപോകാം. അപ്പൊ 3,500 കയ്യിൽ കൊണ്ടുവരണ്ടെന്ന് അങ്ങനെയല്ല. അത് അടുത്ത മാസം തൊട്ട് അടച്ചു തുടങ്ങിയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ പോക്കറ്റ് കാലിയാക്കിയിട്ട് വരിക, കയ്യോടെ ഇത് കൊണ്ടുപോവാ. പിന്നെ അടുത്ത മാസം തൊട്ട് കാശിന്റെ കാര്യം ചിന്തിച്ചാൽ മതി. ഇത്രയ്ക്ക് വരുന്നുള്ളൂ. ഒരു വീട് മേടിച്ച റെന്റിന് തന്നെ ഇത്ര 10 രൂപയെങ്കിലും കൊടുക്കേണ്ടിട്ട്. ഇവിടെ നമുക്ക് 3,000. അടിപൊളി ഓഫർ. ഇതും മാനുവലിന്. ഇത് മാനുവൽ തന്നെയാണ്. ഇത് ഫാബ്രിക്കാ. വെൽവെറ്റിന്റെ. മറ്റേത് ലെതർ. രണ്ടും സെയിം പ്രൈസ് തന്നെ വരുന്നത്. പക്ഷെ ഉണ്ട് നമ്മുടെ കയ്യില്, അത് പറയണ്ടേ. ക്ലിയറൻസ് സെയിലിന്റെ ഭാഗമായിട്ട് ഇനി എത്രാം തീയതി വരെ ഉണ്ട്, എത്ര ടൈം പീരീഡ് വരെ ഉണ്ട് എന്നുള്ളത് എന്ന് കഴിയണു അതന്ന് കഴിഞ്ഞു അല്ലേ. അതാണ്. പിന്നെ 3+2 സോഫ വരുന്നത്. ഇത് 3+2 5 സീറ്റ്. ഇതിനൊക്കെ എങ്ങനെയാ? നല്ലൊരു പ്രീമിയം ഫാബ്രിക്കാ വരുന്നത്. പ്രീമിയം ഫാബ്രിക് ആകുമ്പോൾ വെച്ചാല് നമുക്ക് ഇരിക്കാനൊക്കെ നല്ല കംഫർട്ട് ആയിരിക്കും. ഇരിക്കാൻ നല്ല സൗകര്യമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ നോക്കേണ്ടത് ഇരിക്കുമ്പോൾ ഇവിടെ കറക്റ്റ് ആണോ. ചിലത് ഇങ്ങനെ കുറച്ച് കയറി നിൽക്കുമ്പോൾ നമുക്ക് കാല് ബുദ്ധിമുട്ട് വരും ഇരിക്കാനായിട്ട്. പിന്നെ എന്താ വെച്ചാല് ഇത് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് അടിയിലല്ലേ. നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. അതാണ് നമ്മുടെ വീട്ടമ്മമാരുടെ ഒരു പ്രശ്നം, ക്ലീനിങ് സൗകര്യങ്ങൾ. ആ സൗകര്യങ്ങളൊക്കെ മിനിമലിസ്റ്റിക് ആയിട്ടൊരു മോഡലാ. പിന്നെ ഈ മരമൊക്കെ എങ്ങനെയാ വരുന്നത്? നമുക്ക് മരം ട്രീറ്റഡ് മഹാഗണി വുഡാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പ്രശ്നം കാലൊന്നും വരില്ല, കുത്തലൊന്നും വരില്ല. പിന്നെ ഇതിന്റെ സൈഡാണ് മെയിൻ ആയിട്ട് എടുത്ത് പറയാനുള്ളത്. ഈ സൈഡിൽ കൂടെ നമുക്ക് നോക്കാം. അതിന്റെ സൈഡ് ആ വർക്കൊക്കെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അത് സാധാരണ ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് ചിലതിലോ അങ്ങനെ കാണാറില്ല. മരം എന്ന് വെച്ചാൽ മരം. ഈ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് പറയണത് കേട്ടോ. നല്ല രസമായിട്ടുണ്ട്, നല്ല ക്ലോസ് ആയിട്ടുള്ള ഒരു ഇത്. അതുകൊണ്ട് തന്നെ ഉറപ്പ് സ്ട്രോങ്നെസ് കൂടും അല്ലേ. പിന്നെ പിള്ളേർ ചാടി കളിച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇതൊരു ഇതിന്റെ നമുക്കൊരു 8,200 ഉണ്ടെങ്കിൽ EMI കൊണ്ടുപോകാം. അടുത്ത മാസം തൊട്ട് അടച്ചാൽ മതി. അപ്പൊ ഏതാ നിങ്ങൾക്ക് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാൻ വീണ്ടും പറയണേ, ഓഫർ ഇവിടെ മാത്രമല്ല, നിങ്ങൾ പല സ്ഥലത്ത് ഐഫ കാണും. ഐഫ പ്രീമിയം ക്വാളിറ്റി ഉള്ളത് നല്ല സെറ്റപ്പാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഡെക്കറേറ്റ് പർപ്പസിന്. ഇപ്പൊ ഒരു വീട് പണിതാലും ലാസ്റ്റ് ഘട്ടമാണ് നമ്മുടെ ഈ ഒരു
സംഭവം മേടിക്കില്ല. ആ സമയത്ത് അയ്യോ നമ്മുടെ കയ്യിൽ കാശില്ല, ഇനി എന്ത് ചെയ്യും പേടിക്കേണ്ടാന്നേ, ഞങ്ങൾ ഐഫൈ ഉണ്ടെന്ന് ഇവിടെ അല്ലേ? അല്ല, ഇനി ഇതിന്റെ ഉള്ളിൽ ഇവിടെ അത്യാവശ്യം ഉണ്ടല്ലോ സ്പേസ് ഒക്കെ. വരൂ. അപ്ഡേറ്റഡ് ആയിട്ട് കുറെ ഫർണിച്ചേഴ്സ്, അതുമാതിരി പിൻട്രസ്റ്റ് മോഡൽ ഐറ്റംസ് ഇല്ലേ, അതൊക്കെ ഒരുപാട് കളക്ഷൻ നമ്മുടെ ഈ ചൊവ്വൂർ ഷോറൂമിലുണ്ട്. ഓക്കെ. അതുമാതിരി നമ്മുടെ ഇന്റീരിയേഴ്സും ആർക്കിടെക്ട്സ് ഒക്കെ പ്രിഫർ ചെയ്യണ കുറെ മോഡൽസ് നമ്മുടെ ഉണ്ട്. അതുമാതിരത്തെ ഒരു മോഡലാണിത്. ഇത് ഒരു 6 സീറ്ററിന്റെ ഒരു ഡൈനിങ് ടേബിൾ ആണ് വരുന്നത്. 6 സീറ്റർ സെറ്റ് ചെയ്യുന്ന നമുക്ക് 8 സീറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല വലിപ്പമുണ്ടല്ലേ? നമുക്ക് ഇതിപ്പോ ഇതല്ല, ഇപ്പൊ ഇത് വലിയൊരു ഡൈനിങ് ഏരിയ ആണെങ്കിലും യൂസ് ചെയ്യാം, അതുമാതിരി ചെറിയ ഡൈനിങ് ഏരിയ ആണെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ഇതിന്റെ സൈസ് ഒക്കെ ഇപ്പൊ 7.3 സൈസ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഡൈനിങ് ഹാൾ ഇപ്പൊ ചെറിയൊരു ഹാളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇത് പിന്നെ ഒരു 4 ലെഗ് രൂപത്തിലായി വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ എല്ലാ ഭാഗവും നമുക്ക് യൂസ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞു, 6 സീറ്റർ നമുക്ക് ഇട്ടിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സൈഡിലും ആ ഒരു സൈഡിലും ചേരിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതുമാതിരി ഇതിന്റെ ലെഗ് ഒക്കെ ഉണ്ടാവും, നമ്മുടെ ഒരു മാൻകൊമ്പിന്റെ ഒക്കെ ഒരു ആന്റിക് ആ ഒരു പീസ് ആ ഒരു സ്റ്റൈലിലാണ് ഇതിന്റെ ലെഗ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫർണിഷിംഗ് ചെയ്തിട്ടുള്ള വീട് അതുമാതിരി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അതെ, ഇതിന്റെ ഒരു ഡിസൈൻ ഒക്കെ കണ്ടില്ലേ, നന്നായിട്ടുണ്ട് കേട്ടോ. മൊത്തത്തില് മീൻസ് കളർ കോമ്പിനേഷൻ അടിപൊളിയാണ്. എല്ലാവർക്കും ഇപ്പൊ വേണ്ടത് ഒരു ലൈറ്റ് ബേജ് വൈറ്റ് ആ ഒരു ഷെയ്ഡിലൊക്കെയാണ്. നമുക്ക് ഈ ഒരു കളർ ഉണ്ടല്ലോ, ഈ കളർ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. ഈ മറ്റേ പോളിഷ് ചെയ്യുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ ഉണ്ടാകും. പക്ഷെ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യാം ഡാർക്ക് ഷെയ്ഡ്. 2 മോഡലും ചെയ്തിട്ടുണ്ട്. അതിനൊന്നും കൂടി ബെസ്റ്റ് ആയിട്ടുള്ള കളർ ഈ ഒരു കളറാണ്. അതിന് മേലത്തെ ടോപ്പ് ഉണ്ടല്ലോ, ടോപ്പിന് നമുക്ക് വേണമെങ്കിലും കസ്റ്റമൈസ്. അതിപ്പോ നമുക്ക് ഗ്ലാസ് വേണമെങ്കിൽ ഗ്ലാസ് ഇടാം, അല്ലെങ്കിൽ മാർബിൾ ടോപ്പ്, ആർട്ടിഫിഷ്യൽ മാർബിൾ ടോപ്പ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇപ്പൊ ഡിസൈൻ വേറെ വേണമെന്നുണ്ടെങ്കിൽ പ്രിന്റഡ് ഡിസൈൻ അതും ചെയ്യാം. പക്ഷെ എപ്പോഴും കോമ്പിനേഷൻ ഈ ഒരു മോഡലാണ്. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ കളർ കോമ്പിനേഷനോ പ്രിന്റഡോ ഗ്ലാസോ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഐഫോൺ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം കൊടുക്കണം കേട്ടോ അവർക്ക് ചെയ്യാനായിട്ട്. ആ ഒരു കാര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അടുത്ത ഓഫറിലേക്ക് പോവാം അല്ലേ? എത്ര ചെറിയ വീടായാലും നമുക്ക് ഇവിടുത്തെ ഐറ്റംസ് കൊണ്ടുവച്ചല്ലേ നമ്മുടെ വീട് ഒരു പ്രീമിയം ലുക്ക് ആയിരിക്കും കേട്ടോ. റേറ്റും കുറവാണെന്ന് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞില്ല. എന്തായാലും എനിക്ക് ഈ ടേബിൾ ഇഷ്ടമായി ഭയങ്കരമായിട്ട്. ഇതൊക്കെ നമുക്ക് സെന്റർ ടേബിൾ ആയിട്ട് വെക്കാൻ പറ്റിയതല്ലേ? പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു ടേബിളാണ്. കുറച്ച് അടുത്തേക്ക് വന്നാലേ ഇതിന്റെ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇത് കണ്ടിട്ടില്ല, ഇത് എവിടെയും കണ്ടിട്ടില്ല. നല്ല രസമായിട്ട് എവിടെയും കാണാത്ത ഐറ്റംസ്. അതെ, കോഫി ടേബിൾ ആണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഉള്ളില് ടിപ്പോയി ആയിട്ടുണ്ട് അല്ലെ? പിന്നെ ഇതിനെ കുറിച്ചൊന്നും പ്രത്യേകത പറഞ്ഞത് എനിക്ക് കാണുമ്പോൾ ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആള് പറഞ്ഞു. നമുക്ക് ഈ ഒരു സോഫിനെ കുറിച്ച് പറയുമ്പോഴേ, ഇതിപ്പോ 2 സീറ്റർ ആണ്. ഇതിന്റെ കോർണർ സീറ്റർ നമ്മളിലുണ്ട്. നമ്മൾ പിരിക്കുമ്പോഴേ നമുക്കിപ്പോ എല്ലാ സോഫയിലും ഈ ഒരു സപ്പോർട്ട് കിട്ടണമെന്നില്ല. അപ്പൊ നമുക്ക് മെയിൻ സോഫയിൽ ഇരിക്കുമ്പോൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. നെക്ക് സപ്പോർട്ട്, ഷോൾഡർ സപ്പോർട്ട്, ലെംപ് സപ്പോർട്ട്, ഇതെല്ലാം അടങ്ങിയ ഒരു സോഫയാണ് ഈ ഒരു സോഫ. പോരാത്തിൽ നമുക്ക് റിക്ലൈനറാണ് വരുന്നത്. ഇതിലുണ്ട് ഇലക്ട്രിക് തന്നെ, മാനുവൽ. അപ്പൊ നമുക്ക് തിയേറ്റർ റൂം ആണെങ്കിലും ലിവിംഗ് റൂം ആണെങ്കിലും എല്ലായിടത്തും പ്രിഫർ ചെയ്യാൻ പറ്റിയൊരു സോഫയാണ്. ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബെഡ് മറന്നു പോട്ടാ. സത്യം ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി പോവും, അത്രയും ഫീൽ ഉണ്ട് കേട്ടോ. മെയിനായിട്ട് നമ്മൾ നോക്കണം നെക്ക് പെയിൻ ഉള്ളവർക്ക് പ്രത്യേകിച്ച് അടിപൊളിയാണ്. ഇത് സിംഗിളും വരുന്നുണ്ട് അല്ലേ? സിംഗിളും വരുന്നുണ്ട്, 2 സീറ്റർ ഉണ്ട്, 3 സീറ്റർ ഉണ്ട്, 5 സീറ്റർ ഉണ്ട്. എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കളർ ആണെങ്കിലും ഫാബ്രിക് ആണെങ്കിലും മോഡൽ മാത്രം സെലക്ട് ചെയ്താൽ മതി. പിന്നെ ഫാബ്രിക്കിന്റെ ഒരു ഷീറ്റ് തന്നെ ഉണ്ട്. ഏത് മോഡൽ, ഏത് സൈസ്, ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അടുത്തത് നോക്കാം. സെലക്ഷൻ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ ക്ലിയറൻസ് സെയിലാണ്, അവിടെ വാരിക്കോടി കൊണ്ടുപോട്ടെ. ഇനി നിങ്ങൾ വിചാരിക്കുക ഈ ക്ലിയറൻസ് സെയിൽ എന്തെങ്കിലും ഡാമേജ് ആയിട്ട്, അങ്ങനെയല്ല. എന്നുവെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്തത് കൊണ്ടിടാനായിട്ട്. പുതിയ ലേറ്റസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കയറ്റിയിടണ്ടേ. അതന്നെ, ഈ അപ്ഡേറ്റ് ഇത് പോയാലേ ഞങ്ങൾക്ക് വീണ്ടും അടുത്തത് കൊണ്ട് ഇടാൻ പറ്റുള്ളൂ. ഇനി ഇതൊരു കോർണർ സോഫ വരുന്നത്. ഇതിൽ നമുക്ക് കുറച്ചുകൂടി വുഡിന്റെ ഡീറ്റെയിലിംഗ് കുറച്ചുകൂടി കയറ്റി. ഇതിലിപ്പോ വരുന്നത് ആർട്ടിഫിഷ്യൽ ലെതറാ. ആർട്ടിഫിഷ്യൽ നമ്മൾ നൈലോൺ സ്റ്റിച്ചിങ് അതിൽ ചെയ്തിരിക്കണം. ഒരു ഡയമണ്ട് മോഡല്. അത് നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഈ ഒരു സോഫയിൽ ഭംഗി കൂട്ടാൻ പറ്റുന്നുണ്ട്. അതുമാതിരി നമ്മൾ ഇരിക്കാനാണെങ്കിലും നല്ല കംഫർട്ടാണ്. ഞാനൊന്ന് ഇരുന്ന് നോക്കാലോ, എനിക്ക് ഇരിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. ഒന്ന് ഈ തണ്ടൽക്കൊന്നും ഒരു സപ്പോർട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ? അടിപൊളി. ചില വീടുകൾക്ക് നമുക്ക് കൂടുതലും വുഡിന്റെ വരുമ്പോൾ ഒന്ന് കുറച്ചുകൂടി ഭംഗി കൂടും. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ലിവിങ് റൂമിൽ ഇങ്ങനെ ഗസ്റ്റ് വരുമ്പോൾ ഒരു സെറ്റപ്പിന് വേണ്ടി. മറ്റത് നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് നമ്മൾ കംഫർട്ട് നോക്കുന്നതാണ് കേട്ടോ. ഒക്കെക്ക് മാറ്റമുണ്ട്. ഇതിപ്പോ കോർണറാണ്. നമുക്ക് 2 സീറ്ററോ സിംഗിൾ സീറ്ററോ 2 സീറ്ററോ എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി റേറ്റിന്റെ കാര്യം അറിയാനായിട്ട് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചാൽ മതി. എന്തായാലും പോക്കറ്റ് കാര്യമായിട്ട് വന്നു, ആ കാര്യത്തിൽ ഉറപ്പ്. പിന്നെ ഇതാണ് വേറെ ഒരെണ്ണെന്ന് പറഞ്ഞത് അല്ലേ? നല്ല ഇതും ഒരു
ഒക്കെ റയർ എന്ന് പറഞ്ഞ റയർ പീസ് ഇട്ട ഉള്ളിൽ വന്ന് നോക്കിയാലേ അറിയുള്ളൂ അതിന്റെ ഭംഗി. അതെ, എന്താ രസം കാണാനായിട്ട്. അടിപൊളി കേട്ടോ. പിന്നെ കളർ എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്, ഇഷ്ടം പോലെ ഉണ്ട്, പല മോഡൽസ് ഉണ്ട്, പല വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ്. ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ്. അടിപൊളി. ഇത് മോളിക്കോടുള്ള ഭംഗി മാത്രല്ല, അടിക്കോടെയുള്ള ഭംഗി. ശരിക്കും ഒരു വഞ്ചി ആ ഒരു ഫീലിംഗ് അല്ലേ, നന്നായിട്ടുണ്ട് കേട്ടോ. ഒരു വഞ്ചി വെച്ച ഓക്കെ. നമുക്ക് ഒരു ബെഡ്റൂം സെറ്റ് നോക്കിയാലോ. ഫുൾ ബെഡ്റൂം സെറ്റ്. ഇതൊരു സെറ്റ് ആയിട്ടാണോ കൊടുക്കണം അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട്? അങ്ങനെയല്ല, എങ്ങനെ വേണേലും നിങ്ങളുടെ ആവശ്യം. കട്ടിൽ തരാം, ഡ്രസ് ടേബിൾ അങ്ങനെ തരാം. ഏറ്റവും ബെറ്റർ സെറ്റ് ആയി കിടക്കലാം. അതാകുമ്പോ റേറ്റും കുറയും, പിന്നെ ഒന്നുകൂടി ഭംഗി കൂടും. നോർമൽ ഇന്റീരിയർ ഒക്കെ ചെയ്യുമ്പോഴേ ഈ സാധനം കൊണ്ടുവരുന്നത് മിനിമം ഒരു 2 ലക്ഷം രൂപ ചിലവാക്കണം. നമുക്ക് അത്രയും കൂടി കോസ്റ്റ് ഇതിന് വരുന്നില്ല. പക്ഷേ നമ്മൾ ഓൺ പ്രൊഡക്ഷനാണ് എല്ലാ ഐറ്റംസും വരുന്നത്. ഇതിലിപ്പോൾ പാർട്ടിക്കൽ ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്, UV ബോർഡ് വരുന്നുണ്ട്. അതേമാതിരി ഇതിന്റെ ഹാൻഡിലൊക്കെ ഉണ്ടോ, സ്ലീക്ക് ഹാൻഡിലാണ്, മെറ്റലിന്റെ. അപ്പം ഭയങ്കര ബ്യൂട്ടിയാ കാണാൻ. ഇത് ആക്ച്വലി 2 പാർട്ടായിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ 2 പാർട്ടായിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. ഇപ്പൊ ചില വീട്ടിൽ മേലേക്ക് കയറ്റാനൊക്കെ ഞാൻ അതാ ചോദിച്ചത്, 2 പാർട്ടായിട്ടാണോ? അപ്പൊ ഷിഫ്റ്റിങ്ങിന് കുറച്ചുകൂടി നമ്മളെ കൊണ്ടുപോയി വെക്കുമ്പോൾ ഒന്നുകൂടി ഫിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് അറിയില്ല, ഒരു 4 ഡോർ ഇരിക്കണ വരെ തോന്നാം. ഓക്കെ. അപ്പൊ നിങ്ങൾ തന്നെ കൊണ്ടുപോയിട്ട് നിങ്ങൾ തന്നെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യും. ഒന്നിനപ്പോ വേറെ ആരും അന്വേഷിക്കണ്ടായിരുന്നു, ഒന്ന് വന്ന് ഐറ്റം സെലക്ട് ചെയ്താൽ മാത്രം മതി. ബാക്കിയൊക്കെ അവര് നോക്കിക്കോളും, ഇനി ഒന്നും നോക്കണ്ടെന്ന്. പിന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളിന്റെ അല്ലേ, ഇതും ആ ഒരു രീതിയിൽ തന്നെ കളറ് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കണം അല്ലേ. പക്ഷെ ഇനി എത്ര മേക്കപ്പ് കോസ്മെറ്റിക്കിന്റെ ഐറ്റംസ് കൂട്ടിയാൽ മതി എന്ന് ചോദിച്ചാൽ രണ്ടും ഒരേ ഹൈറ്റിന് തന്നെ ചെയ്തേക്കണം. ഓക്കെ. കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഓക്കെ. എല്ലാതും നമ്മുടെ ഓൺ പ്രൊഡക്ഷനാണ് വരുന്നത്, അതുകൊണ്ട് എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. മാനുഫാക്ചറിംഗ് യൂണിറ്റ് നമുക്ക് സ്വന്തമായിട്ടുള്ളത് കൊണ്ട് റേറ്റ് കാര്യങ്ങൾ ഞാൻ പറയണില്ല. പിന്നെ മാനുഫാക്ചർ ഇവര് പറയുന്നെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മലപ്പുറം ആ സൈഡിൽ അങ്ങോട്ട് അവരെ മാനുഫാക്ചറിങ് ഒക്കെ നമ്മൾ നേരിട്ട് പോയി കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ മാനുഫാക്ചറിങ് ആണ്, ഓൺ പ്രൊഡക്ഷൻ ആണ്. ഇപ്പോൾ ഇമ്പോർട്ടഡ് ആയാലും നിങ്ങൾ അവിടുന്ന് എത്തിച്ചിട്ടുള്ള അങ്ങനത്തെ ഇവിടെ വന്നിട്ട് ഫിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ അല്ലേ ഒക്കെ ചെയ്യാം. ഇപ്പൊ നമുക്ക് കോട്ടിൽ സ്റ്റോറേജ് ചെയ്യാം, ഹൈഡ്രോളിക് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ബെഡ്റൂമിന് സ്പേസ് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ വാർഡ്രോബിന് എണ്ണ നമുക്ക് സ്റ്റോറേജ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാം. വെള്ളപ്പിൽ എടുക്കാൻ കുറച്ച് ഇതൊക്കെ ഉണ്ടാവൂലേ, അതെ, ബ്ലാങ്കറ്റ് പിലോസ് ഒക്കെ വരുമ്പോ എപ്പോഴും കൊടുക്കില്ലല്ലോ, അതൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ സ്റ്റോറേജും ചെയ്യാം. ഒരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഫ്രീ ആണോ അല്ലെങ്കിൽ ഇതും ഇവിടുത്തെ തന്നെയാണോ? മറ്റേ ഇത് ഒരു ഡെക്കറേറ്റിൽ പെടുട്ടോ. ഞാൻ അത് വെറുതെ തമാശക്ക് ചോദിച്ചതാ. ഇത് ഡെക്കറേറ്റ്, ഇതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് 2nd ഫ്ലോർ അല്ലേ, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. ഇനി ഇവിടെ വരുമ്പോഴും ആ ഒരു കളർ കോമ്പിനേഷൻ അടിപൊളി. ഓക്കെ, ഒരു ഗ്രീൻ തീമിൽ അപ്പൊ തന്നെ ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്തു അല്ലേ. നമുക്ക് ഇതിന്റെ ഒക്കെ കളർ കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോ ഒരു കിങ് സൈസ് കോട്ടാണ് വരുന്നത്. അതിന്റെ മെയിൻ പറയാനുള്ള കാരണം വെച്ചാൽ ഇത് HDF വരുന്ന മെറ്റീരിയലാണ്, ഹൈ ഡെൻസിറ്റി ഫൈബറിൽ വരുന്ന. ഒന്നുകൂടി ലാസ്റ്റ് ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹാൻഡിൽ ഉണ്ടല്ലോ, ഈ ഹാൻഡിലൊക്കെ PVD കോട്ടിങ് വരുന്നത്. പണ്ട് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കളറിന്ന് വേറെ കളറിട്ട് അപ്പൊ ആ കളറൊന്നും മാഞ്ഞു പോവില്ല, പൊളിഞ്ഞു പോവില്ല. ലോക്കൽ ക്വാളിറ്റി ആണെങ്കിൽ ഇത് എന്താ സംഭവം വെച്ചാൽ ഇതിങ്ങനെ പീൽ ഓഫ് ആയി പോകും. അപ്പൊ ആ പ്രശ്നങ്ങളൊന്നും ഇതിന്റെ ഹാൻഡിൽസിന് അങ്ങനെ വലിയ ക്വാളിറ്റി കൂടുതലാണ് യൂസ് ചെയ്യുന്നത്. HDF മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്, MDF വരുന്നുണ്ട്, പാർട്ടിക്ക് പോലെ ഇതിന്റെ പാർട്ടീഷൻ ഒക്കെ ചെയ്തേക്കണം. അതുപോലെ നമുക്ക് ഈ കളറൊക്കെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. നമ്മുടെ ബെഡ്റൂമിന്റെ കളർ അനുസരിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാന്നല്ലേ. ഈ ബെഡ്റൂം സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സൈഡ് ടേബിൾ വേണോ വേണ്ട അതിനനുസരിച്ചിട്ട് എങ്ങനെയാ അതൊക്കെ ചെയ്യാൻ പറ്റും. സൈഡ് ടേബിൾ ഉണ്ടാവും, കട്ടിലുണ്ടാവും, പിന്നെ വാർഡ്രോബ്, പിന്നെ ഈ സംഭവം ഇതിൽ പെടില്ല. ഇതിൽ പെടില്ല. ഇത് ഭംഗിക്ക് വെച്ചിരിക്കണം. ഇത് ഇവിടെ ഉണ്ട്. മാട്രസിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നോൺ പ്രൊഡക്ഷൻ കുറേ മാട്രസ് ആണ് ഷോറൂമിൽ. ഓക്കെ. ഇനി സ്റ്റോറേജ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഓക്കെ. നമ്മളിപ്പോൾ നോർമലി റൂമിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു 5 lakh ഒക്കെ വേണ്ടി വരും ചെയ്യുമ്പോൾ. പക്ഷെ നമ്മൾ ഇങ്ങനെ സെറ്റ് കൊണ്ടിടുന്നുണ്ടെങ്കിൽ വളരെ പ്രൈസ് കുറവാണ്, കുറച്ചുകൂടി റേറ്റ് കുറവിന് കിട്ടും. ഇനി എത്രയാ റേറ്റ് എന്നുള്ളത് ഒരു ആകാംക്ഷയില്ലേ, ആ ആകാംക്ഷ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച്. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ നമുക്ക് വരാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ കേരളം വിട്ട് അല്ലെങ്കിൽ ഇന്ത്യ വിട്ടിട്ട് പുറത്താണ്, എന്നാൽ നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് പർപ്പസ് കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ അങ്ങനെ നിങ്ങൾ വിളിച്ചിട്ട് അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ചെന്നൈക്ക് ലോഡ് പോകുന്നുണ്ട്, കർണാടകയിൽ ലോഡ് പോകുന്നുണ്ട്, ബാംഗ്ലൂർക്ക് ലോഡ് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ അബ്രോഡ് ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ നമ്മുടെ പേരൻസിന് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ നമുക്ക് വരാൻ പറ്റില്ല, എന്നാൽ ഈ ഗിഫ്റ്റ് നമുക്ക് അവരുടെ കയ്യിലേക്ക് എത്തിക്കും വേണം. അതും ചെയ്തുതരും. അടിപൊളി. പോവാ നമുക്കിനി.
എവിടെയാ മുകളിലേക്ക് പോവാ അല്ലേ? ഫസ്റ്റ് ഫ്ലോറിൽ പോവാം. ഫസ്റ്റ് ഫ്ലോറിൽ പോണേക്കാളും മുന്നേ ഫസ്റ്റ് ഫ്ലോറിൽ പോണേക്കാളും മുന്നേ നമുക്കൊരു ഇവര് വന്നവർക്ക് ഒരു ബോറാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. വേറെ ഒന്നല്ല, എൻ്റെ 2 മക്കൾ കൂടെ വന്നിട്ടുണ്ടേ. അവരെ കാണാനില്ല. അവരെ അന്വേഷിച്ചത് നോക്കി വന്നപ്പോളേ ഇതേ ഇവിടെ ഇരിക്കുന്നു. ഇത് ആക്ച്വലി എന്ത് സ്പേസാ വരുന്നത്? ഇതിപ്പോ നമ്മൾ ഫർണിച്ചർ ഒക്കെ വരുമ്പോഴേ ചുരുങ്ങിയത് 1 or 2 hour എന്തായാലും വേണ്ടി വരും. കൂടെ വരുന്ന കുറച്ച് ആൾക്ക് ചിലപ്പോൾ ബോറിംഗ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവർക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു സ്പേസാ. ഓ, അപ്പൊ ഈ ബുക്കൊക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണോ? ആൽബർട്ട് സാറിന്റെ കുറെ ബുക്സ് ഉണ്ട്. ആ ബുക്സ് ഒന്ന് നോക്കാം നമുക്ക്. ആൽബർട്ട് സാറിന്റെ ബുക്കുകള് ജോഫി വായിക്കണ കുറെ ബുക്കുകൾ അതില് കുറെ മെൻഷൻ. ശരി, ഒരു ഹായ് പറഞ്ഞേക്ക്. 2 മക്കൾ വന്നിട്ട് കൂടെ വെറുതെ. അപ്പൊ ഇത് ആൽബർട്ട് സാർ വായിക്കുന്ന കുറച്ച് ബുക്സുകളാണ് അല്ലേ? അപ്പൊ ഈ ബുക്സിൽ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ വന്നിരുന്നിട്ട് റിലാക്സ് ചെയ്യാം. എന്തായി വായിച്ചു കഴിഞ്ഞാ? കഴിഞ്ഞിട്ടില്ലേ? എന്നാ വായിച്ചോ. അപ്പൊ ഇവരിവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യട്ടെ. ഐഫ ഹോം എന്ന് പറയുന്നതുകൊണ്ടാണ് ഇതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടെ വരുന്നവർക്ക് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് സൗകര്യമായിട്ട്, ബാക്കിയുള്ളവരിപ്പോ എല്ലാ ഫാമിലിയിലത്തെ എല്ലാ മെമ്പേഴ്സ് എല്ലാം സെലക്ട് ചെയ്യാൻ പോവില്ല. ചിലവർ 1 or 2 അതിൽ മാറി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഈ ഒരു സ്പേസ് വരുന്നത് അല്ലെ. ഇനി മുകളിലൊന്ന് നോക്കിയേ. ഇനി ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, അങ്ങനെ 3 ഫ്ലോർ ഇനി കവർ ചെയ്യാണ്ട് പോവാം. അപ്പൊ ഏത് സൈഡിൽ കൂടെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്ത് പോവാന്നല്ലേ? ഇത് നടുക്കിലായിട്ടാണ് കോണി ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിലെ കയറാം നമുക്ക്. ഇവിടെ നമുക്ക് ഒരുപാട് ഈ പെയിന്റിംഗ് ഒക്കെ കാണുന്നുണ്ട്. അവിടെയും ഈ പെയിന്റിംഗ് ഒക്കെ കാണുന്നുണ്ട്. ഇത് സെയിലാണോ? സെയിലുണ്ട്. ആൽബർട്ട് സാറിന്റെ വർക്കുകളാ. ആ വർക്കോ? അത് നോക്കി. ആ പെയിന്റ് ഈ സൈഡിൽ അങ്ങനെ പെയിന്റിങ് ചെയ്ത് വെച്ചിരിക്കണത് ഇത് ആൽബർട്ട് സാർ ചെയ്തിട്ടുള്ള വർക്കാണ് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ആൽബർട്ട് സാർ പ്രിന്റ് ചെയ്താ ഇതൊക്കെ. ഓ, ഓക്കെ ഓക്കെ. അപ്പൊ ആൽബർട്ട് സാർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരിട്ട് പിന്നീട് പറയാം, എന്നാലും വീഡിയോ കോളിൽ പറയണ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇതും സെയിലിന് ഇട്ടുകണതാണ്. ആ, ഫർണിച്ചറിന്റെ ഇടയില് ഇതും. ആ, ഇവിടേക്ക് വന്നേ. ഇവിടെ വന്ന് നിന്ന് ഒരു വഞ്ചിയാണത് അല്ലേ? ഒറിജിനലാണ്. ഒറിജിനൽ വഞ്ചിട്ടാ. മോളിൽ നിന്ന് ശരിക്കും കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റൂലേ? ഞാനിപ്പം മുകളിൽ കയറണുള്ളൂ. കയറിയപ്പോൾ അങ്ങനെ ഒരു അടിപൊളി കേട്ടോ. ഇത് ഒറിജിനൽ ചാവക്കാടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു അഭിമാനം കൂടിയാണല്ലോ. സെറ്റ്. ഇനി ഇവിടുത്തെ ഓഫറിനെ കുറിച്ച് പറ. നമുക്ക് ഒരുപാട് ഇമ്പോർട്ടറിൽ വരുന്ന കുറെ ഡൈനിങ് ടേബിൾ നമ്മളിലുണ്ട്. ഇഷ്ടം പോലെ. ഇനി ഇതിലും ക്ലിയറൻസ് സെയിൽ ഇട്ടിട്ടുണ്ടാ? ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഈ ഒരു ഫ്ലോർ എന്ന് പറയുമ്പോൾ എവിടെ നോക്കിയാലും ഫുൾ ഡൈനിങ് ടേബിൾ മാത്രമേ ഉള്ളൂ. അതിപ്പോ ഇമ്പോർട്ടഡ് ആയാലും ശരി, നമുക്ക് എല്ലാതും ഉണ്ട് അല്ലേ? ഇപ്പൊ ഓരോന്നോരോന്ന് മോഡൽസ് നോക്കുകയാണെങ്കിലോ. ഇതെന്ന് പറയുമ്പോഴേ ഫോറസ്റ്റിക്കില് വരുന്ന ഒരു ഡൈനിങ് ചെയറാ. ഓക്കെ, പറഞ്ഞ് ഇതിനൊക്കെ നല്ലതേ മാഡം ജസ്റ്റ് ഇരുന്ന് നോക്കായിരിക്കും ബെറ്റർ അല്ലേ? ഞാൻ എന്തായാലും ഇത് നീക്കിയിട്ടുണ്ട്. കാരണം ഇതിന്റെ ഡിസൈൻസ് ആദ്യം നിങ്ങൾ നോക്കിക്കോളൂ. കുറച്ച് ഡിഫറെന്റ് ആണ്. ഈ ഒരു മോഡൽ കണ്ടോ എങ്ങനെ ഇട്ടാലും. പിന്നെ ഇതിന്റെ ഒരു ഇരുന്നിട്ടുള്ളതിന്റെ ആദ്യം പറഞ്ഞുതരാം. ഈ 2 സൈഡിൽ നടുക്കിൽ ഇങ്ങനെ ഒരു പൊന്തിയിട്ടുള്ളത് നമ്മുടെ 2 ബട്ടക്സ് കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ടാണ് അല്ലെ? അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇരുന്ന് നോക്കാൻ പറഞ്ഞത്. അപ്പോഴാണ് അവര് കംഫർട്ടായിട്ട് ഇരിക്കാം. നമുക്ക് ഇതിപ്പോ സംസാരിച്ചാണെങ്കിൽ അങ്ങനെ ഇരിക്കാം കേട്ടോ. ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിപ്പോ കൈ വേണമെന്ന് വെച്ചാൽ കൈ പറഞ്ഞാൽ മതി. അത് നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഒരു സീറ്റിംഗ് ആണ്. നോർമലി ഫ്ലാറ്റ് ആയിട്ടാണ് വരിക അല്ലെ? പക്ഷെ ഇത് ഫ്ലാറ്റ് അല്ല, റയർ ഐറ്റംസ് ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ജില്ലകൾ തോറും ഇങ്ങനെ ഒരുപാട് നമ്മുടെ തൃശ്ശൂരിക്കാർക്ക് അഭിമാനമാണ്. 4 സ്ഥലത്തുണ്ട്. എവിടേക്കായിട്ട് മെയിനായിട്ട് മരത്തങ്കോട് വരുന്നുണ്ട്, ടൗണിൽ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. 4 ഐറ്റംസ് വരുന്നുണ്ട്. 4 പിന്നെ വരുന്ന പാലക്കാട് സൈഡില അതാണ് മരത്തങ്കോട് എന്ന് പറയുന്നത് അല്ലേ? അല്ല, പാലക്കാട് തൃശ്ശൂർ ബോർഡർ. ആ, അപ്പൊ അവിടെ ഞാൻ എടുക്കാൻ പോയിന്റെ ആ സ്ഥലം പറഞ്ഞില്ലല്ലോ. അങ്ങനെ 4 സ്ഥലത്ത് നമ്മുടെ തൃശ്ശൂര് തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ പല സ്ഥലത്തായിട്ട് പോയാലും നമുക്ക് ഐഫ കാണുകയാണെങ്കിൽ ഇവിടെ മാത്രം ഓഫർ ഉള്ളൂ. ഓക്കെ, ഇത് നോക്കി. ഇതൊരു പ്രീമിയം രീതിയിലുള്ളതാണ് അല്ലെ? ഇതിൽ മാർബിളാണ് കൊടുത്തിരിക്കുന്നത്. പ്രിന്റഡ് നമുക്ക് എപ്പോഴും ലെഗുകൾ നോക്കിയാൽ മതി. മാർബിൾ നമുക്ക് ഏത് വേണമെങ്കിലും മാറ്റി ചെയ്യാൻ പറ്റും. ലെഗുകൾ നോക്കി ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് എടുക്കാം. ലെഗിന്റെ ഡിസൈൻസ് നോക്കിയിട്ടാണ്. ഇതിലാകുമ്പോ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ ഇതായി കിടക്കണത്. ഓക്കെ, പിന്നെ ഇതൊരു പ്രത്യേക രീതിയിലുള്ള കുഷനിൽ വരുന്നത്. അതുപോലെ ലെഗ് കുറച്ച് ഡിഫറെന്റ് ആണ്. ഓരോത്തിന്റെയും ലെഗിനും മാറ്റമുണ്ട് അല്ലേ? അത് മാത്രമല്ല, നമ്മൾ മറ്റേ മാർബിൾ ടോപ്പ് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി വ്യത്യസ്തം. ഈ മാർബിൾ ടോപ്പിന്റെ പ്രത്യേകത കുറച്ച് ഡിസൈൻസ് കൂടുതലാണ്. നമ്മൾ ഇമ്പോർട്ടറിൽ വരുന്നതാ. ഓ, ഇതൊക്കെ അത്യാവശ്യം വെയിറ്റും ഉണ്ടാവുമല്ലോ അല്ലേ?
ഇത് ഓരോന്നിനും വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലേ, ഒരു മാർബിൾ തന്നെ ഇപ്പൊ കുറച്ച് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ, അല്ലാണ്ട് ആർക്കും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല മെറ്റലിന്റെ ആണെന്നുള്ളത് കേട്ടോ. പിന്നെ ഇതിൽ വരുമ്പോ സ്റ്റീലോ, ഇത് സ്റ്റീലല്ലേ, സ്റ്റീലോ മെറ്റലാ? മെറ്റല്. ഇതിൽ തന്നെ ഞാൻ വുഡിന്റെ നിങ്ങളുടെ കണ്ടിരുന്നു, നല്ല അത് ഉണ്ട് അല്ലേ. ഇപ്പൊ വുഡ് വേണമെങ്കിൽ വുഡ്, സ്റ്റീൽ വേണമെങ്കിൽ സ്റ്റീൽ, അങ്ങനെ ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കണത്. ഒന്നുകൂടി മറ്റുള്ള ടൈപ്പിൽ വെച്ച് നോക്കുമ്പോൾ ഒന്നുകൂടി വ്യത്യസ്തത ഉണ്ട്. ഇതിന്റെ വ്യത്യസ്തത ഇതിന്റെ ഈ ഒരു സെന്റർ ടോപ്പ് തന്നെയാണ് കേട്ടോ. പക്ഷെ ഒന്നും അറിയൂല അത് ഇങ്ങനെ ഒരു പാർട്ടീഷൻ ഉള്ളതാണെന്നുള്ള ഒരു ഫീലിംഗ് കിട്ടില്ല. അതിനോട് തന്നെ ആ ഒരു കളറിൽ തന്നെ ആ ഒരു ഗ്രീൻ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളർ കുറച്ച് പ്രത്യേകതയാണ്. ഓരോന്നിനും ഉണ്ട് ഡിഫറെന്റ്. ഇതിന്റെ ഉള്ളിൽ നോക്കി അറിയാം, നമ്മുടെ പായര ഡിസൈനാണ് ഇത്. പണ്ടേ തൊട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു പായ ഡിസൈൻ. കണ്ടോ, അതും നല്ല രീതിയിൽ നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ നമുക്ക് ക്ലിയറൻസ് സെയിലല്ലേ, ഓഫറിൽ അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ വന്ന് നോക്കാം. ബാക്കി ഞാൻ ഒന്നും ചോദിക്കില്ല. കളക്ഷൻസ് ഉണ്ട് ഇവിടെ, മോഡൽസ് ഉണ്ട്, വെറൈറ്റീസ് ഉണ്ട്. ഇനി 4 ചെയർ ആണോ വേണ്ടത്, പിന്നെ ട്രെൻഡിനോടൊപ്പം അല്ലെങ്കിൽ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഐഫയിൽ മെയിൻ ആയിട്ടുള്ളത്. പക്ഷേ എപ്പോഴും ട്രെൻഡ് നിൽക്കുന്ന ഒരു സംഭവം അതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ കാലാകാലം നമുക്കത് അതായത് ചില ഐറ്റംസ് നമുക്ക് എപ്പോഴും പണ്ട് മോഡലാണ് ഇപ്പം മോഡൽ. ഇപ്പൊ ഈ എക്സിക്യൂട്ടീവ് മോഡൽ നമുക്ക് പണ്ട് മോഡലുണ്ട്, ഇപ്പോഴും ഉണ്ട്. നാളെയും ഇതിങ്ങനെ തന്നെയായിരിക്കും. ബാഗ് പണ്ട് മോഡലായിരുന്നു, പിന്നെ ട്രെൻഡ് ഔട്ടായി, പിന്നെ ബാഗ് വന്നു അതേമാതിരി. പക്ഷെ അതുമാതിരി കുറച്ച് മിനിമലിസ്റ്റിക് മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലത്തെ കുറച്ച് ഈ സൈഡിൽ ഇരിക്കുന്നത് മൊത്തം എന്താ, ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ് ഇരിക്കുന്നത്. മലേഷ്യൻ റബ്ബുഡിൽ വരുന്നുണ്ട്, റബ്ബുഡിൽ ട്രീറ്റ് ചെയ്ത് വരുന്നതാ. പിന്നെ ഇതിലൊക്കെ മെയിൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ലെഗ് ഒക്കെ തന്നെയാണ്. നമ്മുടെ സൈസ് കസ്റ്റമൈസ് ചെയ്യാട്ടോ. ഇതിപ്പോ 6'3" സൈസാണ്, നമുക്ക് 7'3" വേണമെങ്കിലും ചെയ്യാം, 5'3" വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇതിന്റെ ലെഗ് നോക്കി കുറച്ച് ഓൺ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ, ആ ഒരു ഫീലിംഗ് നമുക്ക് തരാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും കാലാകാലം ട്രെൻഡ് ഉള്ളതും പോയിക്കൊണ്ടിരിക്കുന്നതും ഇനി നാളെയും ഇത് ട്രെൻഡ് പോവാത്ത ഒരു മോഡലാണ് ഈ ഒരു മോഡൽ അല്ലേ. ഇതെന്ന് പറയുമ്പോൾ എപ്പോഴും കലാകാലം നിൽക്കുന്ന ഒരു മോഡലാണ് ഇത് വരുന്നത്. ഇതിന്റെ ലെഗിന്റെ ഡിസൈൻ ഒന്ന് നോക്കിയേ. ഇത് പിള്ളേരൊക്കെ ഇരിക്കുമ്പോഴേ അവർക്ക് ഇങ്ങനെ പിടിച്ചിരിക്കാനുള്ള സൗകര്യത്തിനാന്ന് തോന്നുന്നത് നല്ല ഡിസൈൻ അടിപൊളി. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നാളെ ആയാലും മറ്റന്നാളായാലും ഏത് കാലത്തായാലും നമ്മളെ പിള്ളേർക്ക് ഒരു സ്വത്ത് സെറ്റ് എന്ന് പറയാതെ. മോഡലിന്റെ പ്രത്യേകത ട്രെൻഡ് ഔട്ടായി പോവില്ല, ഇപ്പോഴും മോഡലാണ്. ഇതൊരു സിമ്പിൾ ഹമ്പിൾ എന്നുള്ള രീതിയിൽ ഇവിടെയും ഉണ്ട് കുറെ സംഭവങ്ങളൊക്കെ, ചെയേഴ്സും അതുപോലെ. ഇപ്പൊ ഈ കാണുന്ന ചെയർ എന്നൊക്കെ പറയണില്ലേ, ഇപ്പൊ ഇതൊക്കെ ഉള്ളില് കുഷ്യനാണ്. അതുപോലെ ഈ മരം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പുറമേന്ന് കാണാനുള്ള ഒരു ഭംഗി മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയണം. നമുക്കെന്ന് പറയാനുള്ള കാരണം വെച്ചാലേ നമുക്ക് 500 മീറ്ററിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നുണ്ട് മഹാഗണിയുടെ. അപ്പൊ നമുക്കിപ്പോ ഇവിടുത്തെ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടെന്ന് നമുക്ക് പോയി ഡയറക്റ്റ് അല്ല, ഈ 500 മീറ്ററിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടുപോയി കാണിക്കോ ഇതിന്റെ ഉള്ളിൽ എന്താ സംഭവം? അതിനെ ഞാൻ പറയാം, നമുക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ഐറ്റം പർച്ചേസ് ചെയ്യാം. നമുക്കപ്പോ നിങ്ങളുടെ പ്രൊഡക്ഷൻ നടക്കുന്നിടയിൽ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പോയി ചെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ കസ്റ്റമൈസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ കുഷൻ ആണെങ്കിൽ കുഷൻ്റെ ഉള്ളിൽ ഏത് സ്പോഞ്ചാണ് വെച്ചിരിക്കുന്നത്, ഏത് സ്പഞ്ചാണ്, അതൊക്കെ നമുക്ക് ഡൗട്ട് ക്ലിയർ. അതുപോലെ തന്നെ മരം, അതിൻ്റെ ഉള്ളിൽ ഈ പൊടിയാണോ നിറയ്ക്കുന്നത് അല്ലെങ്കിൽ കറക്റ്റ് മരമാണോ, അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും അല്ലേ നിങ്ങൾ? ഐഫ എന്ന് പറയുമ്പോഴേ ഐഫയ്ക്ക് ഇപ്പോൾ 22 വർഷമായിട്ടാണ് ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെ ഉടായ്പ ഇവിടെ നടക്കും. കാണിച്ചാൽ നമുക്ക് ഇത്രയൊരു റണ്ണിങ് പീരീഡ് നമുക്ക് കിട്ടില്ല. ആ ഒരു കാര്യത്തിൽ കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ 22 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമല്ല, കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 18 ഷോറൂം ഇപ്പൊ നിലവിലുണ്ട്. ഇനി ഷോറൂം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഒരു ഷോപ്പ് തന്നെ അപ്പം തന്നെ പൂട്ടി പോകേണ്ട സംഭവം കഴിഞ്ഞു. ഇത് ഇവിടെ ഇങ്ങനെ ഉയർച്ച വന്നുകൊണ്ടിരിക്കുക. അപ്പം അതൊരു അവരുടെ മെയിൻ ക്രെഡിറ്റ് തന്നെയാണ്. ഇത്രയും 100% ട്രസ്റ്റ് ഏൽപ്പിച്ചിട്ട് നമുക്ക് എന്ത് ഐറ്റം വേണമെങ്കിലും ഐഫയിൽ പർച്ചേസ് ചെയ്യാം. വേറൊരു അപ്പൊ നിങ്ങള് സോഫ ആയാലും ഡൈനിങ് ടേബിൾ ആയാലും എന്ത് ഐറ്റം നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ 500 മീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്. അവിടെ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ യൂണിറ്റിൽ പോയിട്ട് നേരിട്ട് കാണാം. കസ്റ്റമൈസ് ചെയ്യുന്ന ഐറ്റം ആയാലും നിങ്ങൾക്ക് പോയിട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഈ ഒരു സംഭവം, പറയാനുള്ളതല്ല കാണിക്കാനുള്ളതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം. നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരു 5 മിനിറ്റ് പോലും സമാധാനമായിട്ട് ഇരുന്ന് സംസാരിക്കാൻ, മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാനുള്ള ഒരു നേരമില്ല. ആ സമയത്ത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു റിലാക്സ് ഫീലാണ് ഒരാളപ്പുറത്ത് അല്ലേ. അതും നമ്മൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ
ആ ഒരു സ്റ്റൈൽ അടിപൊളിയാണ് മരത്തോ. ഇതൊക്കെ എന്ത് മരം വരുന്നത്? ഇത് ഫുള്ളി ടീക്ക് കൂടെ ഫോറസ്റ്റ് ടീക്കാ വരുന്നത്. ഇതൊക്കെ ഈ മരം തന്നെയാണോ യൂസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് അവിടെ പോയി കാണാൻ പറ്റൂലേ? ചെക്ക് ചെയ്യാതെ, അതിന് നോ ഡൗട്ട്. എന്നാലും ഇഷ്ടപ്പെട്ടു കേട്ടോ മൊത്തത്തില്. ഇനി നമുക്ക് മുകളിലത്തെ വഞ്ചിയും കാണണം. മുകളിലൊക്കെ എന്തായിരിക്കുന്നത്? ഒരുപാട് ബെഡ്റൂം സെറ്റുകളുണ്ട്, സോഫാസിലുണ്ട്. സോഫാസ് ഉണ്ട് അല്ലേ? നമുക്കൊന്ന് അങ്ങോട്ട് കയറി നോക്കിയാലോ. ഇതൊക്കെ സെയിലിനുള്ളതാ ഈ ഇരിക്കണ? ഇതൊക്കെ നമ്മുടെ തന്നെ പ്രൊഡക്ഷനിൽ ചെയ്യുന്നതാ. ഇതും സെയിലിനുള്ളതിനാണ്. ഓ, ഇപ്പൊ മാഡത്തിന്റെ കയ്യിൽ ഇപ്പൊ നമുക്ക് ഈ ഒരു മോഡൽ ചെയ്തു തരാൻ പറഞ്ഞാൽ അതും ചെയ്തുതരാം. ഡിസൈൻസ് മാറ്റി അങ്ങനെ ഒന്നുകൂടി എളുപ്പം അതാ കസ്റ്റമൈസ് ചെയ്യണത്. ഓക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ എത്തിച്ചു തരൂലേ? എത്തിച്ചു തരും നമ്മുടെ സ്ഥലത്ത്. ഓൾ കേരള കണക്റ്റഡ് ഡെലിവറി ഉണ്ട്. ഓക്കെ. ഇവിടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോറൂമിൽ നിന്നായാലും സാധനം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും, അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി നമുക്ക് മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. മുകളിലാണെങ്കിൽ ഫുൾ ബെഡ് അല്ലേ? ബെഡുണ്ട്, വാൾഡ്രോപ്പും കാണുന്നുണ്ട്, ബെഡ്റൂം സെറ്റുകളുണ്ട്. ബെഡ്റൂം സെറ്റൊക്കെ നമ്മൾ താഴത്തെ 2-3 ഡിസ്പ്ലേ മാത്രം വെച്ചിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് മോഡൽസ് ഉണ്ട്, ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. പിന്നെ ഓരോ കാറ്റഗറി തിരിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി, എക്കണോമി, പ്രീമിയം, അൾട്രാ പ്രീമിയം. അങ്ങനെ ഏത് എടുത്താലും ഏതെടുത്താലും നമുക്ക് നമ്മുടെ പോക്കറ്റിൽ ഒതുങ്ങാവുന്ന രീതിയിലാണ് ഇവിടെ. ഐഫോൺ എന്ന് കേൾക്കുമ്പോൾ ഒരു പേര്, ആ പേര് വലുതാണ്, ക്വാളിറ്റി വലുതാണ്, പക്ഷെ റേറ്റ് കുറവാണ്. അതാണ് ഐഫ. നമുക്ക് ഇനി അടുത്ത ഓഫർ നോക്കാം കേട്ടോ. ഇതിപ്പോ ഓരോന്നോരോന്ന് ബെഡ്റൂം സെറ്റ് അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കണം. നമ്മൾ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒക്കെ പറയാൻ പറ്റും നമുക്ക്? ബെഡ്റൂം സെറ്റിന് സ്റ്റാർട്ടിങ് 25,000 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ബെഡ്റൂം സെറ്റ് വരുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ ഇതൊക്കെ ഓരോരോ കളേഴ്സ് വെച്ചിട്ടാണ്. ഓരോന്നിന്റെയും ഡിസൈൻസ് കാര്യങ്ങളൊന്നും എടുത്ത് എങ്ങനെ പറയണ്ട, അല്ലെങ്കിൽ ജസ്റ്റ് കാണിച്ചു പോയാൽ മതി, പറഞ്ഞിട്ട് പോവാം. അതായിരിക്കും ബെറ്റർ. അതാകുമ്പോൾ നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടും എന്ത് മെറ്റീരിയൽ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ. ഫിനിഷിങ്ങും അറിയാൻ പറ്റും. ഓക്കെ. കണ്ട ഒരു ഞാനൊരു സംശയം കൂടി ചോദിക്കട്ടെ. ഇതിപ്പോ മേടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് വന്നാൽ നിങ്ങളുടെ സർവീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുമോ? നമുക്ക് 5 വർഷത്തെ വാറന്റി കൊടുക്കുന്നുണ്ട് എല്ലാ ഐറ്റംസിനും. പിന്നെ നമുക്ക് സർവീസിൽ എപ്പോഴും റൂട്ടിൽ ആളുണ്ടായിരിക്കും. എപ്പോഴും വിളിപ്പുറത്ത് നിങ്ങൾ ഉണ്ടെന്നില്ലേ? അത് മതി, അത് കേട്ടാ മതി. അല്ല, സാധാരണ നമ്മൾ ഇപ്പൊ എന്ത് ഐറ്റം മേടിക്കായാലും നമുക്ക് സർവീസും കൂടി നോക്കണമല്ലോ. പിന്നീട് ഇവര് വിളിച്ചാൽ വരും. കാരണം ഒരു തവണ ഏറ്റെടുക്കും ചെയ്യും. അപ്പൊ അതിന് എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ മതി. പക്ഷെ ഡിലേ ആവരുത്. നമ്മളെപ്പോഴും എന്താ സംഭവം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട്, കാരണം ഇവർക്ക് എല്ലാം ജില്ലയിൽ പല സ്ഥലത്തായിട്ട് ഷോപ്പുള്ളത് കൊണ്ട് എപ്പോഴും സർവീസ് അപ്ഡേറ്റ് ആയിട്ട് നടക്കും. അങ്ങനെ. ഓക്കെ. അപ്പൊ ഇതൊരു ബെഡ്റൂം സെറ്റ്, സൈഡ് ടേബിൾ. ഇതിന്റെ സൈഡ് ടേബിളാ വരുന്നത് തോന്നുന്നുണ്ടല്ലേ? ഓക്കെ. ഇത് എന്ത് മെറ്റീരിയലാ വരുന്നത്? ഇതും പ്രീലാമിറ്റ് പാർട്ടിൽ പോലെ തന്നെ ചെയ്തെടുത്ത ഒരു ബെഡ്റൂം സെറ്റ് തന്നെയാണ്. ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട്, ഫോൾഡർ വാർഡ്രോബ് വരുന്നുണ്ട്, കോട്ട് വരുന്നുണ്ട്, ഹോട്ട് ബോക്സ്. ഇനി ഇതിൽ അടിയിലും ഇതുപോലെ സ്റ്റോറേജ്. ഇതിപ്പോ ഒരു ക്യൂൻ സൈസാ. നമുക്ക് ഇത് കിങ് സൈസിൽ ചെയ്ത് തരാൻ പറ്റും. ഓക്കെ. അപ്പൊ ഈ ഇവിടെ കിടക്കുന്നത് മാത്രം നോക്കണ്ട, നമ്മൾ വീട്ടിൽ ബെഡ്റൂം കൊണ്ടിട്ട് കഴിഞ്ഞാലേ ഒന്നുകൂടി ഭംഗി കൂടുന്നു മാത്രല്ല അളവ് കാര്യങ്ങൾ. ഇപ്പൊ നമ്മുടെ ബെഡ്റൂമിന്റെ സൈസ് ഏതാന്ന് വെച്ചാൽ അത് ഇവര് നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ മെഷർമെന്റ് എടുത്ത് ഐറ്റം സെലക്ട് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് പ്രോപ്പർ. അപ്പൊ നമുക്കൊരു ഡൗട്ട്, അയ്യോ ഇതിപ്പോ ഇങ്ങനെ കണ്ട് ഇത് ഇങ്ങനെ വെച്ചാൽ നമുക്ക് കറക്റ്റ് ആവോ, ഇത്ര അടിയിൽ ഇത്ര കിട്ടുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഇപ്പൊ ഏതൊരു ഫാമിലി വന്നാലും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് ഇങ്ങനെ വെക്കാൻ പറ്റുമോ, ഇങ്ങനെ ഇടാൻ പറ്റുമോ എന്നുള്ളത്. ആ കാര്യത്തിൽ ഇവര് കൺഫ്യൂഷൻ തീർത്തു തരാം. അല്ല, ഞാനത് എടുത്തു പറയാം. നമ്മൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ എടുത്ത് പറയുന്നത്. അപ്പൊ പുതിയതായിട്ടുള്ള വീട് പണിക്കാരുടെ പോക്കറ്റ് കാര്യമായിട്ടുണ്ടെങ്കിലും ഇവർക്ക് ഇവിടെ സ്വാഗതമാണ്. ഓക്കെ. ഇനി ഇത് മെറ്റീരിയൽ വരുന്നത് പ്രീലാമിറ്റ് പാർട്ടി ബോർഡ് തന്നെയാണ്. യുവി ബോർഡ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി എക്കണോമി ഐറ്റം, കുറച്ചുകൂടി. ഇപ്പൊ ഇതിൽ ഓരോരോ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് ഇതിലിപ്പോ നോക്കുന്നത് ഒരു ഹാൻഡിലിന്റെ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ. പിന്നെ ലോക്കിംഗ് സിസ്റ്റം ഒക്കെ എങ്ങനെ വരുന്നത്? നോർമൽ വരുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ഡിജിറ്റൽ റിമോട്ട് മറ്റേന്ന് പറയാം, അങ്ങനെയൊക്കെ കുറെ സംഭവം അതുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇവരുടെ ഈ ഡിജിറ്റൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഈ കാർഡ് വെച്ച് ATM കാർഡ് വെച്ചിട്ടുള്ള ഓപ്പണിങ് ഇതൊക്കെ ഇവരുടെ അവിടെ പോയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അതാ ഞാൻ എടുത്ത് ചോദിച്ചാൽ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതിന് ഒരു കോട്ട് തന്നെയാണ്. കോട്ട് തന്നെയാണ്. ഇത് ഇപ്പുറത്തെ കൂടെ നോക്കിയാൽ അതിന്റെ ഇത് കാണാൻ പറ്റുള്ളൂ. ആക്ച്വലി ഇതിന്റെ ഒരു വാൾഡ്രോപ്പ്. അപ്പൊ ഇതിന് സൈഡ് ടേബിൾ ഇല്ല അല്ലേ? ഇതിന് സൈഡ് ടേബിൾ വരുന്നത് വെച്ചതാ. ഓക്കെ. പിന്നെ സെപ്പറേറ്റ് വാർഡ്രോബ് മാത്രം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ. അതിനോടൊപ്പം ഇതൊന്ന് നോക്കി നമുക്ക് അങ്ങനെ ഒന്ന് അങ്ങോട്ട് പോവാം. സ്റ്റഡി ടേബിളാ. ഇപ്പൊ സ്കൂളിൽ കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറക്കുന്ന സമയം. അതെ, കുട്ടികൾ തുടങ്ങാറില്ല. വെക്കേഷൻ പോയതേ അറിഞ്ഞില്ല. അപ്പൊ അവർക്കുള്ള സ്റ്റഡി ടേബിൾ നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് ഇത് മസ്റ്റാന്നേ. അവർക്ക് പഠിക്കണമെങ്കിൽ അവർക്ക് എല്ലാ സൗകര്യം വേണം.
അപ്പൊ ഇതിലേക്കുള്ള ചെയർ ആയിക്കോട്ടെ എല്ലാം നമ്മളുണ്ട്. ഇതിന്റെ കളറും കസ്റ്റമൈസ് കളർ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്തെങ്കിലും മോഡൽ വ്യത്യാസം വരുത്തണെങ്കിലും അതും ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് എഴുതലും പിടിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ആ ഒരു സ്പേസ് നമുക്ക് ഫില്ലായി. ഇത് അടച്ചു വെക്കാം. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇപ്പൊ സ്റ്റഡി ടേബിൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ പെർപ്പസിനുള്ളത് എന്താണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഒരു TV യൂണിറ്റാ. ഈ ഒരു TV യൂണിറ്റ് എന്ന് പറയുന്ന ഒരു പിൻട്രസ്റ്റ് സ്റ്റൈലിൽ ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു ഈ ഡിസൈനാണ് കേട്ടോ ഞാൻ പറയുന്നത്. അത് അപ്പുറത്തൊന്നും കാണില്ല, ഇപ്പുറത്തേക്ക് വന്നാൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. ആ ഒരു മോഡലാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്ന വർക്ക്. നന്നായിട്ടുണ്ട്. ഇതൊരു TV യൂണിറ്റാണ് വരുന്നതല്ല. അപ്പോൾ TV യൂണിറ്റ് അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ഏതാണ് നിങ്ങൾ വന്ന് നോക്കുക. ഇനി ഇവിടുത്തെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. പല നമ്മളിൽ ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്തായാലും വന്നേ ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളിൽ റെഫറൻസ് ഉണ്ടെങ്കിൽ അതേപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാം. ആ കാര്യത്തിൽ നോ ഡൗട്ട്. ഇത് കുറച്ചുകൂടി മിനിമലിസ്റ്റ് സ്റ്റഡി ടേബിളാണ്. അല്ലെ, കാണാനും കുറച്ച് ഭംഗിയുണ്ട്, കുറഞ്ഞ ക്യൂട്ട് സിമ്പിൾ ആയിട്ടുള്ളതാണ്. രണ്ടാൾക്ക് ഇപ്പോൾ ട്വിൻസൊക്കെ ആണെങ്കിൽ കിടക്കട്ടെ രണ്ടെണ്ണം അങ്ങനെ രീതിയിൽ ആണെങ്കിൽ ഒരെണ്ണം ഒറ്റയ്ക്ക് കസ്റ്റമേഴ്സും ഉണ്ട്. നമുക്ക് ഈ ഒരു സൈഡിൽ മൊത്തം കോട്ടിന്റെ ഒരു കളക്ഷനാണ്. ഇത് മാട്രസ് സെപ്പറേറ്റ് ആണെന്നല്ലേ പറഞ്ഞ, ഇതിന്റെ കൂടെ ഉള്ളതല്ലല്ലോ. അപ്പോൾ ഓരോന്നിനും ഓരോന്ന് ഇപ്പൊ കിങ് ക്യൂൺ അങ്ങനെ എല്ലാം അടിപൊളി ഒരു ഇതിലാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് അത് ഇഷ്ടമായി. അതിന്റെ ആ ഒരു ഹെഡ് നോക്കിയേ, ട്രെൻഡിങ് മോഡൽ ഇല്ലേ, കുറച്ച് ട്രെൻഡ് കൂടുതലായിട്ട് നിൽക്കുന്ന ഒരുപാട് മൂവിംഗ് ഉള്ള ഒരു ഐറ്റം നമ്മുടെ ഈ ഇതിലെ കുറച്ച് ട്രെൻഡ് കൂടുതലാണ് അത് നിൽക്കുന്നത്. കുറച്ച് ഡിസൈൻ തന്നെയാണ് നമ്മുടെ മണിച്ചിത്രത്താളിന്റെ ആ ഒരു ഫീലിംഗ് പോലെ. അന്ന് അത്രയില്ല, ആ ഒരു ഓർമ്മയാണ് വരുന്നത്. കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഫുള്ള് നമുക്ക് ഓൺ പ്രൊഡക്ഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. നിങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ. ഓക്കെ, കസ്റ്റമേഴ്സ് ഇവര് വന്ന് കയറിയുള്ളൂ മാം? ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ റിവ്യൂ ചോദിക്കാറായിട്ടില്ല. എന്തായാലും അവർ സെലക്ട് ചെയ്തോട്ടെ. എന്തായാലും നമുക്ക് നമ്മുടെ നോക്കാം. ഓക്കെ, ഇപ്പൊ ഈ സൈഡ് വരുന്നത് ഫുൾ നമുക്ക് കോട്ടും അതുപോലെ തന്നെ മാട്രസ് സെപ്പറേറ്റ് ആണ്. അത് ഓരോ ഇഞ്ചിനനുസരിച്ചിട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിച്ച് ചോദിക്കുക. ഇത് കറക്റ്റ് നമുക്ക് അതിലേക്ക് സെറ്റ് ആണ്. ഡ്രസ് ഈ മറ്റേ നമ്മുടെ സ്റ്റഡി TV യൂണിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കറക്റ്റ് അതിലേക്ക് ഒരു ആപ്റ്റ് ആയിട്ടുള്ള ആ ഫീലിംഗ് വരണമെങ്കിൽ ഇങ്ങോട്ട് വരണം കേട്ടോ. ഒരു ടച്ച് ആൻഡ് ഫീലില്ല. അപ്പോൾ നേരിട്ട് വന്ന് ഫീൽ ചെയ്ത് നോക്കുക എങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും അടിപൊളിയാണ്. ക്ലിയറൻസ് സെയിലാണ്. ഡേറ്റ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ നേരിട്ട് വരാം, നോക്കുക, കാണാം. എപ്പോൾ ഇത് കഴിയണോ അപ്പോൾ ഇവിടെ സെയിൽ കഴിഞ്ഞു അല്ലേ? അതുണ്ട്. ഇത് ഇപ്പൊ ഈ ഒരു സ്റ്റൈലിൽ വേണമെങ്കിൽ അതുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു. പോകേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ വഞ്ചി മറക്കണ്ട. നമ്മൾ മോളിക്കോടെ കാണാന്ന് പറഞ്ഞാൽ നമ്മുടെ ചാവക്കാടിലത്തെ വഞ്ചിയെ ഇതിപ്പോ എത്ര നാളായി ഇപ്പൊ ഈ വഞ്ചി പോണെന്ന് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ഉണ്ട് അല്ലേ? നന്നായിട്ട് കേട്ടോ. എനിക്ക് ആ ഒരു ഇന്റീരിയർ തന്നെ മൊത്തത്തില് ഇപ്പൊ വഞ്ചിയും ഫർണിച്ചറും തമ്മില് ബന്ധമുണ്ടല്ലോ. രണ്ടിലും വുഡ് ഉണ്ട്. അതാണ് അതിന്റെ ബന്ധം. ഓക്കെ അതാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെയാണ് സോഫാസ് ഒക്കെ ഇരിക്കുന്നത് അല്ലേ? ഈ മോഡലാണോ? ഈ മോഡൽ നമ്മൾ താഴത്ത് കണ്ടു, പക്ഷെ അതിന്റെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടം കേട്ടോ. നോക്കിയോ ഇരുന്ന് നോക്കണമെന്നുണ്ട്. ഇതിപ്പോ എന്തായാലും ഇത് പിടിച്ചു നോക്കുമ്പോ ഇതൊക്കെ നമ്മൾ ഉള്ളിൽ എന്താ സംഭവം വെച്ചെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നോക്കി കാണാം. ഇത് ഇവര് പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല, പക്ഷെ നിങ്ങൾ വരുന്നവരും ഓരോരുത്തരും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് കാണാം. ഇതിന്റെ ഉള്ളിൽ എന്താണ് നിറച്ചിരിക്കണം, മണ്ണാണോ സ്പോഞ്ചാണോ എന്താണ്. ഇതിലേക്കുമ്പോ നല്ല റെക്രോൺ ഫില്ലിങ്ങിന്റെ ബാഗ് അത് നല്ല 100% അടിപൊളി റെക്രോൺ ഫില്ലിംഗ് ചെയ്യാം. അതാകുമ്പോ കുറച്ചുകൂടി സോഫ്റ്റ്നെസ് കിട്ടും. പിന്നെ കുറെ കഴിഞ്ഞാൽ ഇങ്ങനെ അമ്മിഞ്ഞ് പോണത് അത് വരില്ല. എല്ലാ കാലകാലം ഇങ്ങനെ തന്നെ നിൽക്കും. ഇത് ഒരു ജീവിതകാലം മൊത്തം അങ്ങനെ ഒരു ഇതായിട്ട് അതൊക്കെ ഉണ്ട്. ഇപ്പൊ മനുഷ്യന്മാരുടെ കാര്യം അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പൊ നാളേക്ക് നമ്മൾക്ക് എന്ത് കൈ ഒടിഞ്ഞു കാലൊടിഞ്ഞു ഒന്നും പറയാൻ പറ്റില്ല. അത് കുട്ടികളുടെ ഉപയോഗം അനുസരിച്ചിട്ട് ഇരിക്കും. നമ്മൾ കൊണ്ടിട്ടാ പിന്നെ കാലകാലം. അപ്പൊ ഇതൊരു സോഫ സെറ്റിന്റെ ഒരു അപ്പൊ ക്ലിയറൻസ് സെയില് എത്രാം തീയതിയാണ് എന്താണോ ഒന്നും പറയുന്നില്ല. പിന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ ചൂരാണ്. തൃശ്ശൂർ ചൂര് അതെ, ആ ബാമ്പുവിന്റെ സെയിം അത് തന്നെയല്ലേ? അപ്പൊ
ഇങ്ങനെ ഓരോന്നോരോന്ന് ഞാനിങ്ങനെ തപ്പി ഇങ്ങനെ നോക്കണം. ആ തപ്പി നോക്കില്ല, നിങ്ങൾ വന്നിട്ട് നോക്കിയാൽ മതി അല്ലേ? ഇനി നമുക്ക് നമ്മുടെ പി എസ് സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കൊന്ന് താഴത്തേക്ക് പോയി നോക്കാം. ഇത് ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇത് കൂടാണ്ട് ഇവർക്ക് അപ്പുറത്ത് ഇപ്പുറത്തേക്കായിട്ട് സ്റ്റോക്ക് വെച്ചിട്ടുള്ള ഒരു ഏരിയയും കൂടി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ക്ലിയറൻസ് സെയിൽ. അതെന്തായാലും പോയാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് ഫസ്റ്റ് ഫ്ലോറിനെ തന്നെ ഒരു ഭാഗമാണ് അല്ലേ, ഫുൾ ഡൈനിങ്ങിൻ്റെ. നമ്മൾ നേരത്തെ വിട്ടുപോയി ഡയറക്റ്റ് ആ മുകളിലത്തെ ഭാഗം കണ്ടപ്പോഴേക്കും അങ്ങോട്ട് കയറിപ്പോയി. അപ്പോൾ പി സാറിനെ നമുക്ക് പിന്നെ കാണാം. എന്തായാലും ഇവിടുത്തെ കുറച്ച് വെറൈറ്റീസ്, ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഡൈനിങ് ടേബിളിൻ്റെ കുറച്ച് വെറൈറ്റീസ് ആണല്ലേ. കാലുകൊണ്ടായാലും അതിൻ്റെ ഇപ്പം ഇവിടെ ഇരിക്കുന്നത് മൊത്തം എത്ര 6 സീറ്റിൻ്റെ ആണ് മൊത്തം ഇരിക്കുന്നത്. നോർമൽ 6 സീറ്റർ വരിക, നമുക്ക് 8 സീറ്റർ ആണെങ്കിലും കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഓരോന്നിനും ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ്. അതുപോലെ തന്നെ ലിവിംഗ് റൂം ആയാലും ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് ആക്ച്വലി ഡൈനിങ് ടേബിൾ ആയിട്ട് കൂട്ടോ എങ്ങനെയാ? നമുക്ക് കിച്ചണിലൊക്കെ ഫാസ്റ്റ് ആയിട്ട് കഴിക്കാന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഡൈനിങ് ടേബിൾ പ്രിഫർ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇതുമാതിരി ചെറു എടുത്തിട്ട് കഴിഞ്ഞാൽ കിച്ചണിലിട്ട് കഴിഞ്ഞാൽ അവിടെയും കഴിക്കാനുള്ള ഒരു സ്പേസ് കിട്ടും. പിന്നെ ഇതിന്റെ ചെയറൊക്കെ ഒരു ഡിഫറെന്റ് ഫീലിംഗ് തന്നെയാണ്. വെൽവെറ്റിലാണ് അതിന്റെ സെലക്ടഡ് ഐറ്റംസാ ഇതൊക്കെ അല്ലേ. ഇതിനും കസ്റ്റമൈസ് ഉണ്ടോ? ഇത് ഇമ്പോർട്ടഡിൽ വരുന്നത്. ഇത് ഇമ്പോർട്ടഡിൽ വരുന്നത്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഒന്ന് നേരിട്ട് വരിക, വന്ന് നോക്കുക. ഓഫീസ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയുള്ളൂ. അപ്പൊ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ഡൈനിങ് ടേബിൾ ഇരിക്കുന്നുണ്ട്. പിന്നെന്താ നമ്മുടെ ബെഡ്റൂം സെറ്റ് ഉണ്ട്. ഓരോ സ്ഥലത്ത് വന്ന് ഇങ്ങനെ നോക്കന്നെ വേണം അല്ലേ, എങ്ങനെയൊക്കെയാണ് സ്പേസ് കാര്യങ്ങൾ വരുന്നത് അല്ലേ. ഓരോന്നിനും പ്രത്യേകത ഉണ്ട്, ഓരോ മെറ്റീരിയലിനും പ്രത്യേകത ഉണ്ട്. അതിനനുസരിച്ചുള്ള റേറ്റിനും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് ബെഡ്റൂം സെറ്റൊക്കെ വരുമ്പോൾ 25,000 ആണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് ഐറ്റം വരെ നോക്കുകയാണെങ്കിൽ മൊത്തം വരുന്നത് ഡൈനിങ് ഏരിയാസ് ആണ്. അപ്പോൾ സെലക്ഷൻ ഇഷ്ടം പോലെ ഉണ്ട്. വീടൊന്നുള്ളൂ, നമ്മുടെ ഏരിയ ഒന്നുള്ളൂ. ആ ഏരിയയിലേക്ക് കംഫർട്ട് ആയിട്ടുള്ളത്, കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ളത് അത് ഇവർ ഹെൽപ്പ് ചെയ്യും എല്ലാ കാര്യത്തിൽ ഇല്ലേ. വന്ന് അളവെടുത്ത് മോഡൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഓരോന്നിനും. അതുപോലെ കളർ തീം, നിങ്ങളിപ്പോൾ നിങ്ങളുടെ വോളിന്റെ കളർ ചെയ്താൽ അതിനനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് ഓരോ തീം ഉണ്ടാവുമല്ലോ, ഇന്ന കളറിൽ വേണം. നമ്മുടെ ബെഡ്റൂം സെറ്റിന്റെ യുവിയുടെ കളറൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഇതിലല്ലേ. ഓക്കെ. പിന്നെ ഇതൊക്കെ സെപ്പറേറ്റ് ഇതിന്റെ കൂടെ ഉള്ളതല്ല, അത് സെപ്പറേറ്റ് ഇതും സെയിലിന് ഇട്ടിട്ടുള്ളത് തന്നെയല്ലേ, ചെയ്തെടുക്കാം. പിന്നെ വരയ്ക്കാൻ നമ്മുടെ ആൽബർട്ട് സാർ ഇവിടെ ഉണ്ടല്ലോ അല്ലേ, നിങ്ങൾ പറഞ്ഞാൽ മതി ഏത് മോഡൽ വേണമെങ്കിലും. ഇനി ഇതിന്റെ ഒരു സ്പേസ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരണം കേട്ടോ. ജസ്റ്റ് ഇപ്പൊ എല്ലാവരും കസ്റ്റമൈസ് ചെയ്യാം. എത്ര റാക്ക് വേണം, അതുപോലെ തന്നെ സാരി നീളന്നെ ഇടണോ, മടക്കി ഇടണോ, ഷർട്ട്, കോട്ട്, അങ്ങനെ ബ്ലേസേഴ്സ് ഒക്കെ വരുമല്ലോ. അപ്പൊ അതിന് വീതി എത്രത്തോളം വേണം എന്നുള്ളത് അതിനനുസരിച്ച് ഡെപ്ത് കൂട്ടിയിട്ട് നമുക്ക് സാധാരണ ഷർട്ടിന്റെ ഇതുപോലെ ആവില്ല, ബ്ലേസർ വരുമ്പോൾ കുറച്ചുകൂടി വീതി കൂടും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. മിററും ഇതും ചെയ്തിരിക്കുന്നത്. അപ്പൊ മൊത്തത്തിലൊരു ധമാക്ക ഓഫർ, നമ്മുടെ തൃശ്ശൂർക്കാർക്ക് ഒരു അടിപൊളി ഓഫറാണ്. അത് ഇനി വീണ്ടും എടുത്തെടുത്ത് പറയണതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഐഫ നിങ്ങൾ പോണോ സ്ഥലത്ത് എവിടെ നോക്കിയാലും അങ്ങോട്ട് തിരിഞ്ഞ ഐഫ, ഇങ്ങോട്ട് തിരിഞ്ഞ ഐഫ, പക്ഷെ ഓഫർ ഇവിടെ മാത്രം. നമ്മുടെ ചൂരാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പീസർ നമ്മളോട് പറയുന്നതായിരിക്കും. നേരത്തെ ഞാൻ അങ്ങോട്ട് പോകാൻ പോയത്, അപ്പോൾ ഇതൊരു സ്ഥലം വിട്ടുപോയപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറി നോക്കിയതാണ്. അപ്പോൾ എന്തായാലും സൈഡ് ടേബിൾ ആയാലും ഇതൊക്കെ ഗാർഡൻ ടേബിൾ ആയാലും ഗാർഡൻ ചെയർ ആയാലും അങ്ങനെ ഓരോന്നിനും ഇത് അടിപൊളിയാണല്ലോ. ഇത് റോക്കിംഗ് ചെയറാണ്. റിക്ലൈനറും റോക്കിംഗ് തമ്മിലും എന്താണ് ഡിഫറൻസ്? ആടും, അതാണ് വ്യത്യാസം. പക്ഷേ പ്രത്യേകിച്ച് അപ്പാപ്പന്മാർക്കുള്ളതാണ്. ആട്ട ഒരാള് നിക്കണം, അങ്ങനെ വേണ്ടല്ലേ. ഇതിന്റെ ഇടയിൽ അതൊക്കെ നടന്നുട്ടോ. അതെ, ഫുൾ സെറ്റപ്പാണ്. ഇനി ഒന്നും അറിയണ്ട. അയ്യോ അത് വേണ്ട, കിടന്ന് കഴിഞ്ഞ പിന്നെ ഉറങ്ങി പോകും. പിന്നെ എനിക്കിട്ട് കാര്യം പിന്നെ പറയണ്ട. ഇവിടെ തന്നെ വേണമെങ്കിൽ ഒന്ന് ലാപ്ടോപ്പ് ഒക്കെ വെച്ച് നമുക്ക് സമാധാനത്തിലിരുന്ന്, ഇത് എനിക്ക് അത്യാവശ്യമായിട്ടാ. നമുക്ക് റിലാക്സ് ചെയ്യാൻ നല്ലതാ. ഇതിലൊക്കെ എങ്ങനെയാ കളർ സ്പേസ്? ഇതൊന്നും ഇത് ഇമ്പോർട്ടഡ് ആണ്. ഇതിലേക്ക് എങ്ങനെയാ മീൻസ് കളേഴ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ വരുന്നത്? ഇതൊക്കെ ഇങ്ങനെ ആവൂലേ? അടിപൊളി. അപ്പൊ 2-in-1, അപ്പന്മാർക്കായാലും പിള്ളേർക്കായാലും രണ്ടാൾക്കും ഈ ഒരു ഇതെങ്ങനെയാ നമുക്ക് കളർ ഓപ്ഷൻസ്? നമുക്ക് പിന്നെ അങ്ങനെ കളർ ഓപ്ഷൻ വരില്ല, ഉള്ളത് നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ അതുമാതിരി ചെയറിന്റെ കുഷ്യൻ ഡബിൾ കളർ വരുമ്പോഴും നമുക്ക് കളർ കസ്റ്റമൈസ് എടുക്കാം. ഒരു സിംഗിൾ കളർ ആണെങ്കിൽ അങ്ങനെ കാറ്റലോഗ് നോക്കിയിട്ട് നമുക്ക് കളർ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ ഡൺ. എന്തായാലും മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. താഴത്തേക്ക് പോയാലാ? നമുക്കിനി താഴത്തെ ഒരു സ്പേസും കൂടി ഉണ്ടല്ലേ. ആക്ച്വലി 3 ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഓരോ ടൈം ഞാൻ വിചാരിക്കും ഇപ്പൊ കഴിയും. ഇനി താഴത്തേക്കും കൂടി പോവാട്ടോ.
ഇങ്ങനെ ഒരു സ്പേസും ഉണ്ടല്ലേ ഇവിടെ. അണ്ടർഗ്രൗണ്ടിൽ. അതെ, അണ്ടർഗ്രൗണ്ട്. പക്ഷെ അണ്ടർഗ്രൗണ്ട് ആയാലും നമ്മൾ എല്ലാവരും കാണിച്ചുകൊണ്ടാണ്. ഇവിടെ എന്താ മെയിൻ ആയിട്ട് വെച്ചിരിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ തന്നെ ഓൺ പ്രൊഡക്ഷനിൽ ചെയ്ത ഈ ഒരു ചേസ്. അപ്പൊ ചേസ് ഇപ്പൊ ഒരെണ്ണായാലും നമുക്ക് മേടിക്കാൻ വരാം. ഒരെണ്ണായാലും 6 ആയാലും എങ്ങനെ പോയാലും ഇവിടെ ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഇതൊക്കെ മരം ട്രീറ്റഡ് മഹാഗണി, അതുപോലെ തന്നെ കുഷ്യനുള്ളിൽ എന്താണെന്നുള്ള ഞാൻ വീണ്ടും എടുത്ത് എന്നുവെച്ചാൽ നമ്മൾ ഉള്ളിൽ എന്താ ഐറ്റം എന്നുള്ളത് അതും കൂടി നോക്കാം. എല്ലാ സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരങ്ങനെ പറയില്ല, പ്രൊഡക്ഷൻ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം അല്ലേ. ഇത് പോളിഷ് ചെയ്ത കാരണം ഇപ്പോൾ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഇത് എന്ത് കൂട്ടായിരുന്നുള്ളത്. അതടക്കം നമുക്ക് ഡയറക്റ്റ് പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം മാത്രം മേടിച്ചാൽ മതി. ആ ഒരു കാര്യത്തിൽ ഇവർ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് വരുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ അടിപൊളിയായിരിക്കും. ബെഡ്റൂമിലൊക്കെ ഇടാൻ വേണ്ടിട്ട് ബെഡ്റൂം ചെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ആക്ച്വലി ഇതിന്റെ ഉള്ളിൽ മരമാണോ എങ്ങനെയാ വരുന്നത്? എന്തായാലും ഒരു അല്ല, ഇതിന്റെ ഉള്ളിൽ എന്തായാലും ഒരു ചെറിയ മരത്തിന്റെ സ്പേസ് കൊടുക്കണം, അല്ലെങ്കിൽ ഫുൾ കവേർഡായിട്ട്. അതെന്റെ ടെക്നിക്കൽ വശത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതൊക്കെ നിങ്ങളുടെ പാടായി. പിന്നെ വഞ്ചിയിൽ ഇവർ കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, വഞ്ചി ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു നമുക്ക് ആൽബർട്ട് സാറിന്. നന്നായിട്ടുണ്ട് കേട്ടോ ടീപ്പോയി. ഇത് മാത്രമല്ല കേട്ടോ, ഓരോന്നോരോന്ന് ഡിസൈൻ എടുത്ത് നോക്കി. ഇതും ടീപ്പോയി തന്നെയാണ് ചെയ്യുന്ന വർക്കുകളാണല്ലേ. അത് ഓപ്ഷനാണ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത്. പിന്നത്തെ എന്ന് പറയുമ്പോൾ ഇവിടെ ഗാർഡൻ ബെഞ്ച് ആയാലും നമുക്ക് ഈ സിറ്റ് ഔട്ട് ചെയേഴ്സ്, ഇതൊക്കെ ഇവിടുത്തെ ഓൺ പ്രൊഡക്ഷനാണ്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. കുറച്ച് ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുള്ളൂ. നമുക്ക് ഉള്ള സ്പേസിൽ നമ്മൾ കുറച്ച് മോഡൽസ് വെച്ചിട്ടുണ്ട്. അല്ലാത്തത് കുറേ നമുക്ക് ഫോട്ടോസിൽ കാണിക്കാൻ പറ്റും, ഏത് റെഫറൻസ് വേണമെന്ന് വെച്ചാൽ. പിന്നെ ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു ഈസി ചെയർ. പണ്ടത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചാരുകസാര അല്ലേ. ചാരുകസാരക്ക് ഇപ്പം എന്തൊക്കെ പേരുകളാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഒരു അപ്പാപ്പന് അല്ലെങ്കിൽ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്തേക്ക് വരികയാണെങ്കിലേ ഇതാ ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കാൻ എല്ലാത്തിനും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി പേപ്പർ വായിക്കാനിരിക്കുകയാണെങ്കിൽ പേപ്പർ വയ്ക്കാനുള്ള ഒരു സ്പേസ് അപ്പുറത്തെ സൈഡ് കൊടുത്തിട്ടുണ്ട്. ഒന്നിനും പുറത്തേക്ക് ഇറങ്ങണ്ട, അവിടെ തന്നെ ഇരിക്കാന്നല്ലേ. അതെ. അപ്പോൾ പിന്നെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ അങ്ങോട്ട് ഓടി, ഇപ്പോൾ ബോട്ടിൽ ഇവിടെ വെച്ചാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാം. അതുപോലെ തന്നെ പേപ്പർ വായിക്കാം, ബുക്ക് വായിക്കാം, എന്തിനേലും സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതൊക്കെ അടിപൊളി മരം. പിന്നെ ഇതും വരുന്നത് ട്രീറ്റഡ് മഹാഗണി ചെയ്തെടുത്ത് തന്നെ നമുക്ക് ഇതിന്റെ കുഷ്യന്റെ കളർ അടക്കം വരെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതും നമ്മൾ പ്രൊഡക്ഷൻ തന്നെ ചെയ്യുന്ന കുറച്ച്. ഇതിപ്പോൾ ഡൈനിങ് ചെയർ, അതുപോലെ തന്നെ ചെയർസിന്റെ കുറച്ച് മോഡൽസ് ആണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ചെയർസിൻ്റെ മോഡൽസൊക്കെ പറയുമ്പോൾ ഒരുപാടുണ്ട് ചൂസ് ചെയ്യാനായിട്ട്. നമ്മൾ ടൈം എടുത്ത് ചൂസ് ചെയ്യുക, വരിക, നോക്കുക. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ചെയർസ് ആയിരിക്കുമല്ലോ വരുന്നത്. പിന്നെ ബാർ ചെയർസ് വരുന്നുണ്ട്, കിച്ചൺ ഓപ്പൺ കിച്ചണിന് വരുന്ന ചെയർസും വരുന്നുണ്ട്. ചെയർസിൻ്റെ ഒരു വൻ ശേഖരം തന്നെയാണ്. ഞാൻ നേരത്തെ വിചാരിച്ചു കേട്ടോ, ഈ ഓഫീസ് ചെയർസ് ഒന്നും കാണാനില്ലല്ലോ, ഇതൊക്കെ എങ്ങോട്ട് പോയി എന്നുള്ളത്. ഇതൊക്കെ ഇങ്ങനെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടല്ലേ. ഇത് എങ്ങനെയാ വരുന്നത്? ഇതും നിങ്ങൾ മാനുഫാക്ചർ ചെയ്യും? നിങ്ങളുടെ ഓൺ ബ്രാൻഡ് ആണോ ഇതാ? ഇതെന്താ? റെഡിഫിക് നിങ്ങളുടെ ഓൺ ബ്രാൻഡ്. വാവ്, അടിപൊളിയാ. അപ്പൊ ഇതിനും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. നോർമലി ഇതങ്ങനെ പറയാറുണ്ട്, അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല, പുറമേ നിന്ന് വരുന്നതാണെന്നൊക്കെ അങ്ങനെ ഒരു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ഏത് ഭാഗത്തിന് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം മാത്രം മാറ്റി ചെയ്യാൻ പറ്റും. അതാണ് ഐഫയുടെ പ്രത്യേകത. അടിപൊളി. പിന്നെ ഇതും വരുന്നത് നമുക്ക് ഓപ്പൺ ചെയറിലേക്ക്, ഓപ്പൺ കിച്ചണിലേക്ക് ഉള്ളത്, അല്ലെങ്കിൽ ബാറിലേക്കൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള കുറേ മോഡൽസ് ഉണ്ട് കേട്ടോ. നമുക്ക് എത്ര മോഡൽസ് കാണിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്നൊരു ലുക്ക് എടുത്ത് വെച്ചോട്ടോ. ഫുൾ ചെയേഴ്സിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻസ്. അപ്പോൾ ഇവിടെ ഇരിക്കണമെന്ന് നോക്കണ്ട, വെറൈറ്റി സിസ്റ്റം പോലെ ഇതിൻ്റെ ഫോട്ടോസ് ഉണ്ട്. ഇവരുടെ ഓൺ ഇൻസ്റ്റാ പേജ് ഉണ്ട്. ഇൻസ്റ്റാ പേജിലൊക്കെ ഇതൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ്? ഉണ്ടല്ലേ. അപ്പോൾ അതിലും കുറേ മോഡൽസ് കാര്യങ്ങളുണ്ട്. അല്ലാണ്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വല്ല റെഫറൻസ് വേണമെന്ന് പറയുകയാണെങ്കിൽ അതും നമുക്ക് സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെയും ഉണ്ട് ഒരുപാട്. എന്ന് വെച്ചാൽ നമുക്ക് ഏത് പർപ്പസിന് ഒരു ഫർണിച്ചർ വേണമെന്ന് പറയുകയാണെങ്കിൽ അതൊക്കെ ഇവിടെ ഉണ്ട്. ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു ഗാർഡൻ ചെയർ, ഇത് സിറ്റ് ഔട്ടിലും ഇടാം, അതുപോലെ ഇതിലും ഇടാം എന്നല്ലേ. അപ്പോൾ ഒരു മരം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത തന്നെയാണ്. അതായത് ഏത് കാലത്തായാലും അതൊരു ട്രെൻഡ് തന്നെയാണ് അല്ലേ. ഓക്കെ. ഇനി നമ്മൾ അൽമാരി കണ്ടില്ലല്ലോ മരത്തിന്റെ. അതെ, വാ,
മരത്തിന്റെ ഉണ്ടെന്ന് പറഞ്ഞത് ഇതാ. ഇതിപ്പോ 2 ഡോർ വേണ്ടോ 3 ഡോർ വേണോ എങ്ങനെയായാലും ഏത് വേണം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി മരം ഏതാ വരുന്നത്? ഇത് നമ്മൾ അക്കേഷ്യ, ഫോറസ്റ്റ് അക്കേഷ്യ. അപ്പൊ ഇതിലൊക്കെ മിറർ ഇല്ല. അപ്പൊ അതിനെന്തായാലും ഒരു മിററിന്റെ ഓപ്ഷൻ വേണല്ലോ. അതിനെന്ത് ചെയ്യും? സ്റ്റാൻഡിംഗ് മിറർ ഉണ്ട്. അത് വേറെ സെപ്പറേറ്റ് വെക്കാം. അല്ലാണ്ട് ഇതിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? വുഡിനാകുമ്പോൾ അങ്ങനത്തെ ചെയ്യാറില്ല അല്ലെ? അല്ല നമ്മൾ അങ്ങനെ ഒരു സംശയം ചോദിക്കണമെന്ന് മാത്രം. ഇതൊരു ഇനി വേണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷണൽ ആയിട്ട് പറഞ്ഞത് മാത്രം. ഇവിടെ വേണമെങ്കിൽ ഒരു മിറർ ഉള്ളിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പുറത്ത് വെച്ചോടുക്കാം. അല്ല, പുറത്ത് വെക്കുന്നത് അതിന് ഭംഗി പോയില്ലേ. ശരിക്കും ഉള്ളിൽ വേണമെങ്കിൽ വെച്ചാൽ മതി. അത് തുറന്നത് കാണണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടുള്ളൂ. പക്ഷേ മരത്തിന്റെ ആൾമാരി ഇവിടെ ഉണ്ട്. ഈ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ മരം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഹരം വേറെ തന്നെ. ആ ഒരു ട്രെൻഡ് ഇപ്പൊ വന്നു തുടങ്ങിയില്ല വീണ്ടും. അന്വേഷിച്ച് വരുന്നുണ്ട് ആൾക്കാർ വുഡിന്റെ അലമാരൊക്കെ. വുഡിന്റെ ഇനി ഇതിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പല ഡിസൈൻസ്, കൊത്തുപണി, ആ പണി, ഈ പണി എങ്ങനെയാണ്. പക്ഷെ അതിനനുസരിച്ച് റേറ്റ് മാറും കേട്ടോ. ഇനി ഇതിന് വല്ല ഓഫർ ഉണ്ടോ? നമുക്കൊരു ദമ്മക്ക് ഓഫർ കൊടുത്താലോ? നമുക്ക് 2 ഡോറിനും ഓഫർ വരുന്നുണ്ട്, 3 ഡോറിനും ഓഫർ വരുന്നുണ്ട്. ഇതിപ്പോ ഒരു 41,000 അടുത്ത് വരുന്ന ഒരു 3 ഡോർ വാർഡ്രോബാ ഫോറസ്റ്റ് അക്കേഷ്യയിൽ വരുന്നത്. നമുക്കിപ്പോ ക്ലിയറൻസിന്റെ ഭാഗത്ത് വരും 26,000 വരുന്നുള്ളൂ. ഇത്രയ്ക്കും ഡിഫറൻസാ കൊടുക്കുന്നുണ്ട്? അടിപൊളി. അപ്പൊ ഇത്രയ്ക്കും ഡിഫറൻസിന് നല്ല അടിപൊളി കിടിലൻ ഓഫറാണ് കേട്ടോ നമുക്ക്. അതും മരത്തിന്റെ. അപ്പൊ മറ്റതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു മോഡേൺ ടച്ചാണ്. ഇതെന്ന് പറയുമ്പോൾ ഏത് കാലത്തും ട്രെൻഡ്, നാളേക്കും അത് ട്രെൻഡ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ 2 ഡോറും ഉണ്ട്, 3 ഡോറും ഉണ്ട്. ഇത് പ്രത്യേക ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഹാൻഡിൽ വരെ മരമാണ്. അല്ല, നോർമലി മറ്റേ സ്റ്റീലിന്റെ എന്തെങ്കിലും വെച്ച് പിടിപ്പിച്ചിട്ട് അങ്ങനെയല്ല, ഫുള്ളി വുഡിന്റെ. ലോക്കായാലും ലോക്കിന്റെ ക്വാളിറ്റി ആയാലും ഇതൊക്കെ നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്യാം, നോക്കാം, എടുക്കാം. അടിപൊളി കിടിലൻ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്, ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട്. ഇതിലും ഡിസൈൻസ് ഇഷ്ടപ്പെട്ടത് നല്ല രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. പിന്നെ ഹൈറ്റും പ്രത്യേകിച്ച് ലിമിറ്റഡ് സ്റ്റോക്കാട്ടോ. ആദ്യം തന്നെ കസ്റ്റമേഴ്സ് മാത്രമേ കിട്ടുള്ളൂ. കസ്റ്റമൈസ് ചെയ്യണത് വേറെ, അത് ഓഫറിൽ പെടാത്തത്. ഇരിക്കണതിൽ ഓഫർ ഉണ്ട്. ആ ഓഫർ നിങ്ങൾക്ക് അതെ, അത് ഈ കാണുന്നത് എത്രയും പെട്ടെന്ന് വരുന്ന ആ ആൾക്ക് സ്വന്തമാക്കാം, അത്രേ ഉള്ളൂ. പിന്നീട് വീഡിയോ കണ്ട വഴിക്ക് വരാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ ഇതിന്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? 6 ഫീറ്റ് വരുന്നത് നോർമൽ ഒരു സ്റ്റാൻഡേർഡ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് പീസറിനെ കാണാട്ടോ. കുറേ ആയി നമ്മൾ പറയുന്നു. ഇതിലും ഹൈറ്റ് വരുന്നത് 6 ഫീറ്റ് തന്നെയാണ്. 4 ഫീറ്റ് വിടുത്ത് വരുന്ന ഒരു അക്കേഷ്യയിൽ തരുന്ന വാർഡ്രോബ് തന്നെയാണ്. ഇതാകുമ്പോ 2 ഡോറാ വരുന്നത് അല്ലേ? 2 ഡോർ വരുമ്പോ അപ്പൊ എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ വരാം? നോർമലി 30,000 ആണ് ഇതിന്റെ പ്രൈസ് വരിക. നമുക്ക് ഓഫർ ആയതുകൊണ്ട്, ക്ലിയറൻസ് ആയതുകൊണ്ട് വെറും 15,000 വരുന്നുള്ളൂ. 15 മരത്തിന്റെ 15,000 അടിപൊളി 2 ഡോർ നിങ്ങൾക്ക് സ്വന്തമാക്കാട്ടെ. പക്ഷെ ഇപ്പോഴത്തെ റേറ്റ് ഓഫർ റേറ്റ് ആണ് കേട്ടോ. ശരിക്കും നിങ്ങൾ മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ റേറ്റ് മാറും. ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമല്ലേ? അതെ, കളി മാറും, റേറ്റ് മാറും. വേഗം വന്നാൽ വേഗം കൊണ്ടുപോകും, അത്രേ പറയുള്ളൂ. ഉള്ളി 15,000 എന്നല്ല. അതൊന്ന് ഓപ്പൺ ചെയ്ത് അതിന്റെ ഉള്ളിലത്തെ സ്പേസും കൂടി കാണിക്കാം. ലിമിറ്റഡ് ഉള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന് കസ്റ്റമൈസ് ചെയ്യണത് റേറ്റ് മാറും. ഇപ്പോഴത്തെ കാര്യമാണ് പറയണത്. ഇപ്പൊ കണ്ട ഇപ്പൊ കൊണ്ടുപോകാം. ഇത് ആ കാര്യം പറയാനുള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇനി സാറിനെ കാണാൻ പോവാ. സാറിന് എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറയാനുണ്ടോ? അപ്പം എൻ്റെ വീട്ടിൽ നിങ്ങൾ എത്തിയാ ഇതൊക്കെ എൻ്റെ വീടിൻ്റെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഇതുപോലെ നമ്മുടെ ഫാമിലി ഫോട്ടോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു സെറ്റപ്പൊക്കെ നമുക്ക് ഇവിടെ ഐഫക്കാർ ചെയ്തു തരാം. ഇനി നമ്മൾ കുറച്ച് നേരം പീസറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണോ? എന്തായാലും എത്തിവാ. നമുക്ക് എന്തായാലും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. കയറിയിരുന്നോളൂ. ഓക്കെ. ഇനി നമ്മുടെ ഐഫോനെ കുറിച്ചൊന്ന് പറയാം. മൊത്തത്തിൽ ഇങ്ങനെ ഒരു എവിടെ നോക്കിയാലും നമ്മൾ കാറിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ ഐഫയാണല്ലോ. അതെ, നമുക്ക് നിലവിൽ 18 ഷോറൂം ലൈവിലുണ്ട്. നമ്മളിപ്പം ഫർണിച്ചർ മാത്രമല്ല, നമുക്ക് ഇന്റീരിയർ സൊല്യൂഷൻസ്, അതുപോലെ തന്നെ ഐസ്മാ സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. നമുക്ക് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനാണ്. അതായത് ഇപ്പം വീട് നമ്മുടെ എബ്രോഡാണ് നമ്മൾ താമസിക്കുന്നത്, നമ്മുടെ വീട് കംപ്ലീറ്റ് നമ്മുടെ കയ്യിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ATM കാർഡ് വെച്ചിട്ട് നമുക്ക് വാർഡ്രോബ് തുറക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു സിസ്റ്റം. അത് മാത്രമല്ല, ഗേറ്റ്, അതുപോലെ തന്നെ വെള്ളം നനയ്ക്കുക, പിന്നെ നമ്മുടെ AC ചൂട് കൂടുമ്പോൾ AC ഓൺ ആവുക, ഇങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ ഐഫയുടെ പുതിയ സംരംഭമാണ്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഐഫ മാങ്കാവിൽ കോഴിക്കോട് ഷോറൂമിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന്റെ ലീഡ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ, അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതാണ്. നമ്മുടെ വീട് വരെ ഓട്ടോമാറ്റിക് ആയി. അത് നമ്മൾ ഐഫയുടെ ഒരു ആപ്തവാക്യാണ് അപ്ഡേറ്റഡ് ലൈഫ് സ്റ്റൈൽ. നമ്മൾ എപ്പോഴും ഇങ്ങനെ അപ്ഡേഷൻ ചെയ്തോണ്ടിരിക്കും. ഇപ്പോൾ ക്ലിയറൻസ് വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ക്ലിയറൻസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറെ കാര്യമാണ് എക്സ്ചേഞ്ച്. നമ്മുടെ പഴയ ഫർണിച്ചർ മാറ്റിയിട്ട് പുതിയ എടുക്കാനുള്ള ഒരു ഓപ്ഷനും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഏതെങ്കിലും പഴയ ഫർണിച്ചർ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പുതിയ എടുക്കാനുള്ള ഒരു വലിയൊരു ഓഫറാണ് ഐഫ ചൊവ്വൂര് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതും EMI-ൽ
ഒരു രൂപ പോലും നിങ്ങൾ മുടക്കാതെ ഇപ്പോൾ കയ്യിൽ പഴയ ഫർണിച്ചർ ഉണ്ട്, പുതിയത് എടുക്കാൻ പൈസ ഇല്ല, സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ നേരെ പോലെ ഐഫയിലേക്ക് നമ്മൾ കറക്റ്റ് സൊല്യൂഷൻ അവിടെ തരും. ഒരു രൂപ പോലും മുടക്കാണ്ട് നിങ്ങൾക്ക് ഫർണിച്ചർ കൊണ്ടുവരാനുള്ള ഒരു അവസരം നമ്മളോട് ലഭ്യമാക്കും. അതാ ഞാൻ പറഞ്ഞ ഒരു വീട് പണി കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം പോക്കറ്റ് കാലിയാവും. ഇനി ഏതെന്ന് പറഞ്ഞ ഇങ്ങനെ മാപ്പിട്ട് നോക്കിയിരിക്കുന്ന സമയത്താണ് ഐഫ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നത് അല്ലേ. ഓക്കെ, എല്ലാത്തിനും വൺ ഇൻ സൊല്യൂഷൻ, ഓൾ ഇൻ വൺ സൊല്യൂഷൻ ആണ് നമുക്ക്. സൊല്യൂഷൻ ആണ്. നമ്മളിപ്പോൾ ഒരു ബിസിനസ്സോ ഒരു സെയിലോ മാത്രമല്ല നമ്മുടെ ഫോക്കസ്, ഒരു ഫുൾ ഫ്രീ കൺസൾട്ടേഷൻ ആണ്. നിങ്ങളുടെ വീട്ടിൽ ആവശ്യമില്ലാത്തൊരു സാധനം ഉണ്ടാവരുത്, നമ്മളിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളെല്ലാം കൃത്യമായ സാധനങ്ങളായിരിക്കും. അപ്പോഴാണ് യൂസ് ചെയ്യണം പറ്റണ ഒരു ഐറ്റം കൂടി ആയിരിക്കും. അതാണ് അവരൊരു ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കിക്കണം. അപ്പൊ എക്സ്ചേഞ്ച് ഉണ്ട്, EMI ഓപ്ഷൻ ഉണ്ട്, ഓഫർ ഉണ്ട്, ക്ലിയറൻസ് സെയിൽ ഉണ്ട്. പിന്നെ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഈ ഒരു ഐഫ കാണാം. പക്ഷെ എവിടെ നോക്കിയാലും ഐഫ കണ്ടാലും അവിടെ ഒന്നും കയറണ്ട കേട്ടോ, കാരണം ഓഫർ ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ ഓഫറുകൾ നമ്മുടെ ഐഫ ചൊവ്വൂർ ഷോറൂമിലുള്ളതാണ്. ആ ചൊവ്വൂർ ഷോറൂമിൽ മാത്രമാണ് ഈ ഓഫറുകൾ ലഭ്യമാവുള്ളൂ. ബാക്കിയുള്ള ഓഫേഴ്സ് നമുക്ക് പല ഷോപ്പുകളിലും അവൈലബിൾ ആണ്. പല സ്ഥലത്തും പല രീതിയിലുള്ള ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്ഥലത്താണ് നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം, കസ്റ്റമൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അടുത്തുള്ള സ്ഥലത്ത്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ തന്നെയാണ്. ഇനി എത്രാം തീയതി വരെയാണ് അതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്ന് വീഡിയോ കാണുന്നു അന്ന് നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞ് ഈ ഐറ്റം പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലതൊക്കെ എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ആണ്. 2 ക്ലിയറൻസ് ക്ലിയറൻസിന്റെ പറഞ്ഞതൊക്കെ ലിമിറ്റഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി നമ്മൾ 2 സോഫ പറഞ്ഞു, അതുപോലെ തന്നെ വാർഡ്രോബ്സ് പറഞ്ഞു. ക്ലിയറൻസിന്റെ ഐറ്റംസ് മാത്രം നമ്മൾ വളരെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പൊ നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ ഒന്നും പറഞ്ഞ അവസാനിപ്പിക്കാം. എക്സാക്ട് ലൊക്കേഷൻ ചൊവ്വൂർ സെന്റർ ആണ്. ഫർണിച്ചറിന്റെ ഒരു നമ്മുടെ തൃശ്ശൂരുകാർക്ക് അറിയാത്ത സ്ഥലമല്ല. തൃശ്ശൂരല്ല, എനിക്ക് തോന്നുന്നത് കേരളം മൊത്തം എന്ന് പറയുമ്പോ തൃശ്ശൂർ ചൊവ്വൂർ എന്ന് പറയുമ്പോ അറിയാത്ത ഒരു സ്ഥലമല്ല. ഫർണിച്ചറിന്റെ ഒരു ലോകം തന്നെയാണ്. ഈ ഒരു ഫർണിച്ചറിന്റെ ഒരു ലോകത്ത് ഞങ്ങൾ ഐഫക്കാരും ഉണ്ട്. അപ്പൊ നിങ്ങൾ എവിടെ വേണമെങ്കിലും കമ്പയർ ചെയ്ത് നോക്കിക്കോ, ക്വാളിറ്റിയും റേറ്റ് വൈസ് ഒക്കെ നമുക്ക് പറ്റിയ ഒരു രീതിയിലായിരിക്കും. നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് നമ്മൾ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല പക്ക ക്വാളിറ്റിയിലാണ് നമ്മൾ സാധനം ഡെലിവറി ചെയ്യുന്നത്. നല്ല സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫുള്ളി ട്രാൻസ്പെറന്റ് ആണ്. അതായത് നമ്മുടെ മറ്റേ പ്രൊഡക്ഷൻ യൂണിറ്റോട് അടുത്താണെന്ന് പറയാം. നമുക്ക് പോയി കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ലൊക്കേഷനിലേക്ക് എത്താൻ പറ്റാത്തതാണെങ്കിൽ ഒന്ന് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കേണ്ട വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ലൊക്കേഷൻ അവർ അയച്ചു തരുന്നതായിരിക്കും. ഒന്നും വേണ്ട, ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നമ്മുടെ ഗൂഗിൾ അമ്മച്ചി പറഞ്ഞുതരും ഐഫ എവിടെയാണെന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ പീസറിനെ ഇത്തിരി തിരക്കുണ്ടെന്ന് തോന്നണം. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു.